എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലുള്ള ദിഗ്വിജയം എന്ന പരിപാടി ഇന്ന് ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ നടക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പൂജനീയ സ്വാമിനി മാതാ ജ്ഞാനാഭിനിഷ്ഠ നമുക്കായിട്ട് ഒരുക്കി തരുന്ന ഈ പഠന ക്ലാസ് ഇന്ന് 26ാമത്തെ സെഷനിലേക്ക് കടന്നിരിക്കുന്നു. തീർച്ചയായിട്ടും സ്വാമിനിയുടെ വാക്കുകൾ കൊണ്ട് നമ്മളെല്ലാവരും അനുഗ്രഹീതരാണ്. ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് മാതാ സ്വാമിനിയെയും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള ഓരോരുത്തരെയും കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം ഗുരുസ്മരണയ്ക്കായി പ്രിയപ്പെട്ട ജയശങ്കയെ സാദരം ക്ഷണിക്കുന്നു. ജയശങ്കര ജയശങ്കര. അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖാ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലദോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യഃ കൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര ജയശങ്കര ജയശങ്കര. വളരെ സന്തോഷം ജയശങ്കി. ഏറെ ബഹുമാനത്തോടുകൂടി നമ്മുടെ പ്രിയ മാതാവിനെ സാദരം ക്ഷണിക്കുന്നു. സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പരാ. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. വേദസാരജ്ഞസമ്പൂർണം സാക്ഷാത് ബ്രഹ്മസ്വരൂപിണം ശാന്താനന്ദഗുരും വന്ദേ സന്തതം പരമേശ്വരം. ശാന്താനന്ദഗുരും വന്ദേ സന്തതം പരമേശ്വരം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം വാഗ് യജ്ഞേന കൽപതാ. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തില് ശ്രീ ശങ്കര ഭഗവത് പാദരാൽ വിരചിതമായ തത്വബോധം എന്ന കൃതി പൂർണ്ണമായി ശ്രവണം ചെയ്ത ശേഷം ഒരാവർത്തനം കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധന, ചതുഷ്ടയ സമ്പത്തി, തത്വവിവേകം, ജഗത് സൃഷ്ടി,
ജീവനും ഈശ്വരനും എന്നീ 4 പ്രകരണ ഭാഗങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. ഇന്ന് തത്വമസി എന്ന 5ാമത്തെ പ്രകരണ ഭാഗമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. മാനവ ജന്മത്തിന്റെ ലക്ഷ്യം പരമമായ സത്യസാക്ഷാത്കാരമാണ് എന്ന് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനിലെ എല്ലാ ധന്യാത്മാക്കളും വളരെ വ്യക്തമായി ധരിച്ചു കഴിഞ്ഞു. ജീവ ഈശ്വര ജഗത് ഭേദം അജ്ഞാനത്താലാണ് നിലനിൽക്കുന്നത്. അത് ഒഴിവാകുന്നതിനാണ് സദ്ഗുരു ഉപദേശത്താൽ കൃത്യമായ മനന നിധിധ്യാസങ്ങളിലൂടെ അനുഷ്ഠാന പന്ഥാവിൽ കൂടി സഞ്ചരിക്കുന്ന സാധകന് ആ അനശ്വരാനന്ദം സുസാധ്യമായി തീരും എന്ന് ആചാര്യ ഭഗവത് പാദർ വ്യക്തമാക്കി തന്നു. ഈ 5ാമത്തെ പ്രകരണത്തിൽ നമ്മൾ തത്വമസി എന്ന ഭാഗമാണ് ശ്രവണം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ ജീവനും ഈശ്വരനും തമ്മിലുള്ള ഭേദം അകലണം. ജീവനും ഈശ്വരനും തമ്മിലുള്ള ഭേദം എങ്ങനെ ഇല്ലാതാകും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജീവനും ഈശ്വരനൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഇതുവരെയുള്ളത് എല്ലാവരും ഒരു നല്ല രീതിയിൽ തന്നെ അത് മനനം ചെയ്ത് കാണും എന്ന് ധരിക്കുന്നു. നനു സാഹങ്കാരസ്യ കിഞ്ചിജ്ഞസ്യ ജീവസ്യ നിരഹങ്കാരസ്യ സർവജ്ഞസ്യ ഈശ്വരസ്യ തത്വമസീതി മഹാവാക്യാത് കഥയം അഭേദബുദ്ധിഃ സ്യാത് ഉഭയോഃ വിരുദ്ധ ധർമാക്രാന്തത്വാത്. അഹങ്കാരിയും അല്പജ്ഞനുമായ ജീവി, അഹങ്കാരരഹിതനും സർവജ്ഞനുമായ ഈശ്വരൻ, ഇത് രണ്ടും അഭേദമാകുന്നത് എങ്ങനെ? തത്വമസി മഹാവാക്യത്തിന്റെ താല്പര്യം അഭേദമാകുന്നു എന്നാണ്. അപ്പം ഇത് ഗുരു ശിഷ്യ സംവാദ രൂപേണ ആചാര്യശ്രേഷ്ഠൻ എഴുതിയിരിക്കുന്നതാണെന്നറിയാം. അപ്പൊ അല്പജ്ഞനും അഹങ്കാര സഹിതനുമായ ജീവൻ, നിരഹങ്കാരിയും സർവജ്ഞനുമായ ഈശ്വരനാകുന്ന എങ്ങനെ അതിന് അഭേദ ബുദ്ധി വരും എന്ന് ചോദിച്ചാല് ഇത് ചേത്ന അങ്ങനെ സംശയിക്കേണ്ടതില്ലല്ലോ. സ്ഥൂല സൂക്ഷ്മ ശരീര അഭിമാനി ത്വം പദവാച്യാർത്ഥ. എന്നാൽ അതിന്റെ ലക്ഷ്യാർത്ഥമോ ഉപാധി വിനിർമുക്തം സമാധിദശാസമ്പന്നം ശുദ്ധ ചൈതന്യം ത്വം പദ ലക്ഷ്യാർത്ഥ. നീ എന്ന് പറഞ്ഞാല് അതിന്റെ വാച്യാർത്ഥം നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? സ്ഥൂല സൂക്ഷ്മ ശരീര അഭിമാനി എന്നാണ്. അതെല്ലാവർക്കും അറിയാം. നമ്മൾ പരസ്പരം നീ നീ എന്ന് സംബോധന ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം തടിച്ചു കൊഴുത്തിരിക്കുന്ന സ്ഥൂല ശരീരത്തോട് കൂടിയ നീ എന്നാണ് അതിന്റെ വാച്യാർത്ഥം. അല്ലെങ്കിൽ ദുഃഖിയായിരിക്കുന്ന നീ, സുഖിയായിരിക്കുന്ന നീ, കോപിയോ അല്ലെങ്കിൽ കോപിഷ്ഠൻ, വിദ്വേഷവാൻ, ഏത് തരത്തിലുള്ള വികാരത്തിനും അടിമപ്പെട്ടിരിക്കുന്ന ആ ജീവാത്മഭാവത്തെയാണ് ഇവിടെ നമ്മള് അല്പജ്ഞനായ അഹങ്കാരിയായ ജീവൻ എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്ഥൂല ശരീരത്തിൽ അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപാധി സഹിത ചൈതന്യമാണ് ജീവൻ. സ്ഥൂല ശരീരത്തിൽ അഭിമാനിക്കുന്നു. അതുപോലെ തന്നെ സൂക്ഷ്മ ശരീരത്തിലും അഭിമാനിക്കുന്നു. സൂക്ഷ്മ ശരീരത്തിന്റെ ഘടകങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പോ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തിൽ അഭിമാനിയായിട്ടിരുന്നു കൊണ്ട് അവസ്ഥാത്രയത്തില് ബദ്ധനായി, അതായത് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അനുഭവങ്ങളില് ബദ്ധനായി. പിന്നെയോ അങ്ങനെ അഹങ്കാര ഭാവത്തോടു കൂടി ഞാൻ കാണുന്നു, ഞാൻ അറിയുന്നു, 5 അനുഭവങ്ങളിലും പെട്ടുകൊണ്ട് ജീവഭാവത്തില് വ്യവഹരിക്കും. എന്നാല് ഈ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളാകുന്ന ഉപാധിയിൽ നിന്നും വിനിർമുക്തമായി സമാധിദശാ സമ്പന്നം. സമാധിദശ എന്ന് പറഞ്ഞാല് ചിത്തവൃത്തികൾ ഒഴിഞ്ഞിരിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ള ശുദ്ധ ചൈതന്യമാണ്
ത്വം പദത്തിന്റെ ലക്ഷ്യാർത്ഥം. അപ്പൊ നീ എന്ന് പറഞ്ഞാൽ തത്വം അസി എന്ന് പറയുന്നതിലെ ത്വം പദം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് വാച്യാർത്ഥമല്ല. വാച്യാർത്ഥം സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലും അഭിമാനിയായിരിക്കുന്ന നീയാണ്. എന്നാൽ അതിന്റെ ലക്ഷ്യാർത്ഥം എന്ന് പറയുന്നത് സമാധി ദശാസമ്പന്നമാണ്. സമാധി എന്ന് പറഞ്ഞാൽ ധീ സമമായിരിക്കുന്ന അവസ്ഥ, അവിടെ ചിത്തവൃത്തികൾ ഒഴിഞ്ഞ അവസ്ഥ. ചിത്തവൃത്തികൾ എന്ന് പറഞ്ഞാല് ചിന്തകളുമായി ചേർന്നിരിക്കുന്ന ഞാൻ, ചിന്തകൾ ഒഴിഞ്ഞിരിക്കുന്ന അവസ്ഥ. അപ്പൊ നമ്മളുടെ ഉള്ളിൽ ആദ്യമായിട്ട് ഉദയമാകുന്നത് ഞാൻ എന്ന ചിന്തയാണ്. ഈ ഞാൻ എന്ന ചിന്ത ഉദയമായതിനു ശേഷമാണ് ഞാൻ ശരീരമാണെന്നുള്ള ബോധം ഒരാൾക്കുണ്ടാകുന്നത്. ഞാൻ ശരീരമാണെന്നുള്ള ബോധത്തോടു കൂടി തടിച്ചവനാണ്, മെലിഞ്ഞവനാണ്, കറുത്തവനാണ്, വെളുത്തവനാണ്, സ്ത്രീയാണ്, പുരുഷനാണ്, സുഖിയാണ്, ദുഃഖിയാണ്, ഉത്കണ്ഠാവാനാണ്, വിജയവാനാണ് എന്ന് വേണ്ട, പരാജിതനാണ് എന്ന് തുടങ്ങി ഇന്ന രാഷ്ട്രീയക്കാരനാണ്, എല്ലാ ഭാവഭാവങ്ങളും ആ ഉപാധിയോട് ചേർത്ത് വയ്ക്കുന്നു. അപ്പൊ തുടക്കത്തിലേ ഉള്ള ചിന്ത ഞാൻ എന്ന ചിന്തയാണ്. ഞാൻ എന്ന ചിന്തയോടുകൂടി മറ്റൊരു ചിന്തയും ചേരാതിരിക്കുമ്പോൾ ഞാൻ ശുദ്ധ ചൈതന്യമായി നിലനിൽക്കും. ആ ശുദ്ധ ചൈതന്യമായി നിലനിൽക്കുന്ന ആ ശരീരത്തിൽ തന്നെ കുടികൊള്ളുന്ന ചൈതന്യത്തെ കൂടസ്ഥൻ എന്ന് പറയും. കൂടത്തിൽ സ്ഥിതമായിരിക്കുന്ന ചൈതന്യം, ഈ ശരീരത്തെ സ്ഥിതമായിരിക്കുന്ന ചൈതന്യത്തെയാണ് കൂടസ്ഥൻ എന്ന് പറയുന്നത്. ചൈതന്യം ഏകമാണ്, അത് അദ്വയമാണ്. നമ്മൾ മഹാകാശം, ഘടാകാശം എന്ന് പറയുന്നത് പോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആകാശം കുടത്തിനുള്ളിലായിരിക്കുമ്പോൾ നമ്മൾ അതിലെ കുടത്തിനുള്ളിലെ ആകാശം അഥവാ ഘടാകാശം എന്ന് പറയുന്നത് പോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം നാം നമ്മളുടെ ശരീരത്തിനുള്ളിൽ ഉപാധിരഹിതമായി വിരാജിക്കുമ്പോൾ അതിനെ കൂടസ്ഥ ചൈതന്യം എന്ന് പറയണം. ആ കൂടസ്ഥ ചൈതന്യത്തെ ചിത്തവൃത്തി രഹിതമായിരിക്കുന്ന ഞാനിനെ ത്വം പദം കൊണ്ട് ഗ്രഹിച്ചു കൊള്ളണം. അപ്പം തത് ത്വം അസി എന്ന് പറഞ്ഞാൽ ആ ത്വമിന്റെ ലക്ഷ്യാർത്ഥം സമാധിദശാ സമ്പന്നം ശുദ്ധ ചൈതന്യം ത്വം പദ ലക്ഷ്യാർത്ഥ. നമുക്ക് സ്പീഡിൽ പോകേണ്ടതായിട്ടുണ്ട്. ഏവം സർവജ്ഞത്വാദി വിശിഷ്ട ഈശ്വര തത്പദ വാച്യാർത്ഥ. തത്പദത്തിന്റെ വാച്യാർത്ഥമാകട്ടെ ഈശ്വരൻ എന്നാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാല് സർവജ്ഞത്വാദി ഗുണവൈശിഷ്ട്യങ്ങളുണ്ട്. സർവജ്ഞനാണ്, സർവശക്തനാണ്, ഇങ്ങനെയുള്ള ഗുണവൈശിഷ്ട്യങ്ങളുള്ള ഈശ്വര ഭാവമാണ്, മായാസഹിത ചൈതന്യമാണ് ഈശ്വരൻ. അതാണ് തത്പദത്തിന്റെ വാച്യാർത്ഥം. എന്നാൽ തത്പദത്തിന്റെ ലക്ഷ്യാർത്ഥമോ ഉപാധിശൂന്യ ശുദ്ധ ചൈതന്യം. ഉപാധിശൂന്യ ശുദ്ധ ചൈതന്യമാണ് തത്പദ ലക്ഷ്യാർത്ഥം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ജീവനെയും ഈശ്വരനെയും അഭേദമായിട്ട് അറിയണം. അതായത് ഉപാധിരഹിതമായിട്ട് അറിയണം. ഉപാധിരഹിതം എന്ന് പറയുന്നത് ഇവിടുത്തെ ഉപാധി അവിദ്യയാണ്. അവിദ്യയാലാണ്, അജ്ഞാനത്താലാണ് ഓരോ വ്യക്തിയും ഞാൻ ഈ തടിച്ചു കൊഴുത്ത ശരീരമാണ്, എന്റേത് ഞാനാണ് എന്ന് ധരിക്കുന്നത്. ഈ പ്രപഞ്ചം സത്യമാണ്, ഇങ്ങനെ ഉണ്ടായതാണ് എന്നുള്ളതിന് കാരണഭൂതമായിരിക്കുന്ന ഉപാധിയാണ്, മായ ഉപാധിയാണ് ഈശ്വരൻ. ആ ഈശ്വരനാകുന്ന ഉപാധിയെ മായ എന്ന് പറയുമെങ്കിൽ അത് ശരീരസ്ഥമാകുമ്പോൾ അതിനെ അവിദ്യ എന്ന് പറയും. അപ്പോ ഏകവും അദ്വയവുമായിരിക്കുന്ന ഉണ്മ, സർവത്ര പൂർണമായിരിക്കുന്ന അഖണ്ഡ ബോധം, ശരീരസ്ഥിതമായിരുന്നു കൊണ്ട് ഞാൻ ശരീരമാണെന്ന് അഭിമാനിക്കുമ്പോൾ ആ അഖണ്ഡ ബോധം അവിദ്യയാകുന്ന ഉപാധിയെ സ്വീകരിച്ചുകൊണ്ട് ജീവനായി തീരുന്നു. എങ്ങനെ ശരീരം ഞാനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ശരീരസ്ഥമായിരിക്കുന്ന ആ അജ്ഞാനത്തെ നമ്മൾ അവിദ്യ എന്ന് പറയുമ്പോൾ സമഷ്ടിയില് പ്രപഞ്ചത്തിന്റെ മുഴുവനായിരിക്കുന്ന അജ്ഞാനത്തെ മായ എന്ന് പറയും. അപ്പോൾ ആ മായ
കാരണമാണ് മായോപഹിത ചൈതന്യം സാഭാസം സപ്തബൃംഹിതം തദവ്യക്തം തദവ്യാകൃതം ഈശ ഇത്യഭിഗീയതേ എന്ന് ശങ്കര ഭഗവത്പാദർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് മായയെ ആശ്രയിച്ച് നിൽക്കുന്ന ചൈതന്യമാണ് എങ്കിൽ ജീവൻ എന്ന് പറയുന്നത് അവിദ്യയെ ആശ്രയിച്ച് നിൽക്കുന്ന ചൈതന്യം. അപ്പോൾ ജീവനിൽ നിന്നും അവിദ്യ പോയാൽ ശുദ്ധ ചൈതന്യം ശേഷിക്കും. ഈശ്വരനിൽ നിന്നും മായ പോയാൽ ശുദ്ധ ചൈതന്യം ശേഷിക്കും. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ജീവഭാവം ഒഴിയണമെങ്കിൽ ചിത്തവൃത്തികൾ അസത്യമാണ്, ചിന്തകൾ അസത്യമാണ്. ചിന്താസഹിതനായി വാസനാബദ്ധനായി ജീവിക്കുന്നത് മൂലമാണ് ഓരോരുത്തരും ഈ അജ്ഞാന അന്ധകാരത്തിൽ ഇങ്ങനെ പെട്ടുപോകുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. പൂർണ്ണാനുഭൂതിയില് ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്, ഈശൻ തന്നെ രചിക്കുന്നതുകളിൽ ഈശനിരിക്കുന്നില്ലെന്നും, ഈശൻ തന്നെ രചിക്കുന്നതുകളിൽ ഈശനിരിക്കുന്നില്ലെന്നും, ഈശ്വരമായയിലുളവാം ദൃശ്യം ശാശ്വതമാവുകയില്ലെന്നും, ഈശ്വരമായയിലുളവാം ദൃശ്യം ശാശ്വതമാവുകയില്ലെന്നും, കോശത്തിൽ സ്ഥിതി ചെയ്യുന്നവനോ കോശവിലക്ഷണനാണെന്നും, കോശത്തിൽ സ്ഥിതി ചെയ്യുന്നവനോ കോശവിലക്ഷണനാണെന്നും, ആശയടർത്തി നിരാശയിൽ വാഴും പാശവിമുക്തർക്കറിവാകും. കോശത്തിൽ സ്ഥിതി ചെയ്യുന്നത് കോശവിലക്ഷണനാണെന്നും, ഈശ്വരമായയിൽ തോന്നുന്ന ദൃശ്യങ്ങളിൽ ഈശൻ ഇരിക്കുന്നില്ലെന്നും, ആശ അടർത്തി നിരാശയിൽ വാഴുന്ന പാശവിമുക്തർക്ക് അറിവാകും. ഗംഭീരമായ പൂർണ്ണാനുഭൂതിയാണ് ഈ വരികളിലൂടെ സത്യദർശിയായ ബ്രഹ്മശ്രീ ശാന്താനന്ദഗിരി സ്വാമിജികൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈശന്റെ രചനയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ മരുമരീചിക പോലെ നാം കാണണം. സൂര്യന്റെ വൈശിഷ്ട്യത്താൽ മരുഭൂമിയിൽ തോന്നുന്ന മരുമരീചികയിൽ മരുഭൂമിയോ സൂര്യനോ അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് കാണാൻ കഴിയില്ല. എന്തുകൊണ്ട്? മരുമരീചിക അസത്യമാണ്. ഇരുട്ടിൽ കിടക്കുന്ന കയറില് പാമ്പിനെ തോന്നിയാൽ ആ പാമ്പ് അങ്ങനെ അവിടെ ഇല്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇല്ലാത്തതിൽ അതുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും? ഇല്ലാത്തതാണ് ഈ ജഗത്ത് മിഥ്യ എന്ന് പറഞ്ഞത്. അപ്പൊ ജഗത്തില്ലാത്തതാണെന്ന് തെറ്റിദ്ധാരണയുണ്ടാകാം. ജഗത്തില്ലാത്തതാണെന്നല്ല പറഞ്ഞത്. പിന്നെയോ, നാം കണ്ടുകൊണ്ടിരിക്കുന്ന ജഗത്ത് നാം കാണുന്ന രീതിയിലല്ല. അതെങ്ങനെ മനസ്സിലാക്കാം? ബ്രഹ്മവും ബ്രഹ്മശക്തിയും സൂര്യനും അതിന്റെ കിരണവും പോലെ അഖണ്ഡമായിരിക്കുന്ന സച്ചിദാനന്ദമായിരിക്കുന്ന ബോധം തന്നെ സ്പന്ദിച്ച് ഘനീഭൂതമായിരിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. പരിമിതമായ അനുഭവത്തിൽ അദൃശ്യമായിരിക്കുന്ന അനന്ത ചൈതന്യത്തെ കാണുന്നില്ല. അതുകൊണ്ട് ശങ്കര ഭഗവത്പാദർ പറഞ്ഞു, ദൃഗ്ദൃശൗ ദൗ പദാർത്ഥൗ പരസ്പര വിലക്ഷണൗ ദൃഗ് ബ്രഹ്മ ദൃശ്യം മായ. ദൃശ്യം എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയുന്നത്. ദൃക്ക് എന്ന് പറഞ്ഞാൽ സർവ കാഴ്ചകൾക്കും കാരണഭൂതമായി കാഴ്ചകളില്ലാതെ അന്യമില്ലാതെ അനന്യമായി വിരാജിക്കുന്ന ശുദ്ധ ചൈതന്യം. അതാണ് ദൃക്ക്. നമ്മളുടെ സ്വരൂപം ദൃക്കാണ്. നമ്മളുടെ സ്വരൂപം ദൃക്കാണ്. ആ ദൃക്കിൽ ദൃശ്യമില്ല. ഞാൻ എന്ന ചിന്ത പോലും ദൃശ്യമാണ്. ഞാൻ എന്ന ചിന്തയ്ക്ക് ശേഷമാണ് ബാക്കിയുള്ള ചിന്തകളെല്ലാം ഉദ്ഭൂതമാകുന്നത്. അതെല്ലാം ദൃശ്യമാണ്. സകല ദൃശ്യങ്ങൾക്കും
മുമ്പേ ഉള്ള ദൃക്ക് ദൃശ്യരഹിതമാണ്. നമ്മളുടെ സ്വരൂപം ദൃക്കാണ്, അത് ബ്രഹ്മമാണ്. അപ്പൊ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ശുദ്ധ ചൈതന്യത്തെ ത്വം പദം കൊണ്ട് വെളിപ്പെടുത്തുമ്പോൾ ത്വം എന്ന പദത്തെ കൂടസ്ഥനായിട്ട് ചിത്തവൃത്തിരഹിതമായിരിക്കുന്ന ചൈതന്യമായിട്ട് കാണണം. ചലനരഹിതമായിട്ടിരിക്കുന്ന ആ നിശ്ചല ചൈതന്യമായിട്ട്, ബോധ സത്തയായിട്ട് അനുഭവിച്ചാൽ അതിന്റെ ത്വം പദത്തിന്റെ ലക്ഷ്യാർത്ഥമാണ്. തത്പദത്തിന്റെ ലക്ഷ്യാർത്ഥവും അനന്തമായിരിക്കുന്ന, ആദ്യന്തരഹിതമായിരിക്കുന്ന, സർവത്ര പൂർണ്ണമായിരിക്കുന്ന ശുദ്ധ ചൈതന്യമാണ്. അവിടെ രണ്ട് ശുദ്ധ ചൈതന്യമില്ല. കുടമുടഞ്ഞാൽ കുടത്തിലെ ആകാശവും മഹാകാശവും ഏകമായിരിക്കുന്നത് പോലെ എന്നവിടെ രണ്ടായിട്ടുണ്ടോ? രണ്ടായിട്ടില്ല. മഹാകാശം തന്നെയാണ് കുടത്താൽ പരിമിതമായതുപോലെ തോന്നുന്നത്. അതുകൊണ്ട് കുടമുടയുമ്പോൾ കുടത്തിലെ ആകാശവും കുടത്തിനുള്ളിലെ ഓരോ ബിന്ദുവിലെ ആകാശവും മഹാകാശവും ഏകമായിരിക്കുന്നത് പോലെ ശുദ്ധ ചൈതന്യം ഏകമാണ്. അതുകൊണ്ട് നമുക്ക് ഏവം ച ജീവേശ്വരയോ ചൈതന്യരൂപേണ അഭേദ ബാധക അഭാവഃ. ഇപ്രകാരം ചൈതന്യരൂപത്താൽ ജീവനും ചൈതന്യവും അഭേദമാണ്. ജീവനും ഈശ്വരനും ഭേദമില്ല എന്ന് തിരിച്ചറിഞ്ഞ് ത്വം തത് ആ പദലക്ഷ്യാർത്ഥത്തെ ശ്രദ്ധിച്ചു മനനം ചെയ്ത് ഏകാന്തത്തിലിരുന്ന് ധ്യാനിച്ച് തത്വമസി മഹാവാക്യത്തിന്റെ അനുഭവത്തിലേക്ക് ഓരോ സാധകനും ഉയരണം. അടുത്തത് ആറാമത്തത് ജീവൻ മുക്തി. ഏവം ച വേദാന്തവാക്യൈഹി സദ്ഗുരു ഉപദേശേന ച സർവേഷു അപി ഭൂതേഷു യേഷാം ബ്രഹ്മബുദ്ധിരുത്പന്ന തേ ജീവൻ മുക്ത ഇത്യർത്ഥഃ. സദ്ഗുരുവിന്റെ ഉപദേശത്തിൽ കൂടി ലഭിച്ച വേദാന്ത വാക്യത്തിൽ നിന്ന് സർവചരാചരങ്ങളിലും യാതൊരാൾക്ക് ബ്രഹ്മബുദ്ധി ഉണ്ടാകുന്നുവോ അവൻ ജീവൻ മുക്തനാണ്. ബ്രഹ്മബുദ്ധി സർവചരാചരത്തിലും യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവ അനുപശ്യതി സർവഭൂതേഷു ച ആത്മാനം തതോ ന വിജുഗുപ്സതേ. ഈശാവാസ്യോപനിഷത്ത്. സർവഭൂതങ്ങളെയും ആത്മാവിലും ആത്മാവിൽ സർവഭൂതങ്ങളെയും കാണുന്നവന് യാതൊരുവിധ ജുഗുപ്സയുമില്ല, അസൂയയുമില്ല. അവൻ ഭേദങ്ങളറ്റവനാണ്. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനതഃ തത്ര കോ മോഹ ക ശോക ഏകത്വം അനുപശ്യതഃ. സർവഭൂതവും ആത്മാവിൽ, ആത്മാവിനെയും അങ്ങനെ. സർവഭൂതങ്ങളെയും ആത്മാവിലും ആത്മാവിൽ സർവഭൂതങ്ങളെയും കാണുന്നവന് അന്നേത് ശോകം അന്നേത് മോഹം. ഏകത്വദൃക്കിന്, ആ ഏകത്വദർശിക്ക് യാതൊരുവിധ ശോകവുമില്ല, മോഹവുമില്ല. സർവത്ര ആ അനന്യ അനുഭവത്തിൽ വിരാജിക്കുന്നവൻ ചിന്താരഹിതമായ ചൈതന്യമാണ്. അവൻ ജീവഭാവത്തിൽ നിന്ന് മുക്തനായവനാണ്. അവൻ കണ്ണു തുറന്നുകൊണ്ട് ഇരുന്ന് കാണുമ്പോൾ കാണുന്നവനല്ല. അവൻ പിന്നെങ്ങനെയാണ് കാണുന്നത്? അവൻ കാണുമ്പോൾ അവൻ അറിയാം, അവന്റെ കണ്ണുകൾ കൊണ്ട് ദൃശ്യങ്ങളെ കാണുമ്പോൾ ആ കണ്ണിലും കാണുന്ന ദൃശ്യത്തിലും കാണുന്നവനിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ അഭേദമായി ദർശിച്ചുകൊണ്ട് നിഴൽ പോലെ വരുന്ന ദൃശ്യങ്ങളെ ചിത്രസമാനമായി അസത്യമായി ദർശിച്ചുകൊണ്ട് അതിനെ തള്ളിക്കളയുന്നു. അതാണ് ജഗത്ത് മിഥ്യ എന്ന് പറഞ്ഞത്. ചൈതന്യത്തെ കാണുന്നവന് പരിമിതമായ ദൃശ്യാനുഭവം അസത്യമാണ്. അപ്പൊ ഈ സ്ഥൂല ദൃശ്യങ്ങളെ കാണുമ്പോൾ ഇത് ബ്രഹ്മശക്തിയാണ്, ഇത് ബ്രഹ്മശക്തിയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം.
ബ്രഹ്മശക്തിയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ ഒരാൾക്ക് ഈ പരമമായ സത്യത്തിലേക്ക് ഉയരാൻ കഴിയുകയുള്ളൂ. അതാണ് ജീവൻ മുക്തി എന്നതുകൊണ്ട് ഇവിടെ വെളിപ്പെടുത്തിയത്. യഥാ ദേഹോഹം പുരുഷോഹം ബ്രാഹ്മണോഹം ശൂദ്രോഹം അസ്മീതി ദൃഢനിശ്ചയഃ തഥാ നാഹം ബ്രാഹ്മണഃ ന ശൂദ്രഃ ന പുരുഷഃ കിന്തു അസംഗഃ സച്ചിദാനന്ദ സ്വരൂപഃ പ്രകാശസ്വരൂപഃ സർവ അന്തര്യാമി ചിദാകാശരൂപോസ്മീതി ദൃഢനിശ്ചയ. എങ്ങനെയാണ് ഞാൻ ദേഹമാണ് എന്നൊരാൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്, ബ്രാഹ്മണനാണ് എന്ന് ദൃഢബുദ്ധി ഒരാൾക്ക് വന്നിരിക്കുന്നത്? ആ ദൃഢബുദ്ധിയിൽ നിന്ന് മാറി നാഹം ബ്രാഹ്മണഃ നാഹം ശൂദ്രഃ ന പുരുഷഃ, ഞാൻ ബ്രാഹ്മണനല്ല, ഞാൻ പുരുഷനല്ല, ഞാൻ സ്ത്രീയല്ല, ഞാൻ ശൂദ്രനല്ല, ഞാൻ ഇന്ന രാഷ്ട്രീയക്കാരനല്ല, ഞാൻ ദേഹമല്ല എന്ന ബുദ്ധി സുദൃഢമായി കഴിയുമ്പോൾ അയാൾക്ക് ഞാൻ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന് ഉറപ്പുവരുന്നു. ആ ഉറപ്പില് സർവാന്തര്യാമിയായിരിക്കുന്ന ചിദാകാശ രൂപം ആ ഞാൻ തന്നെയാണ് എന്ന അപരോക്ഷ ജ്ഞാനം ഒരാൾക്ക് വെളിപ്പെട്ട് വരുന്നു. ആ അപരോക്ഷ ജ്ഞാനത്തിൽ മാത്രമേ ഒരാൾക്ക് ജീവഭാവത്തിൽ നിന്ന് മോചനം ഉണ്ടാവുകയുള്ളൂ. ജീവൻ മുക്തനായി തീരുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഈ ജന്മത്തിന്റെ അനുപേക്ഷണീയമായ ലക്ഷ്യം. കാരണം എത്രയോ ജന്മങ്ങളായി സുഖ ദുഃഖ സംസാര ബന്ധത്തിൽപ്പെട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യജന്മം ലഭിച്ചിട്ട് എത്രയധികം കർമ്മ പാശം കർമ്മബന്ധനം നമ്മളിൽ അടിഞ്ഞു കിടപ്പുണ്ട്, അബോധത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നാർക്കും അറിയില്ല. ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിലൊക്കെ ഏതെല്ലാം തരത്തിലുള്ള വാസനകൾ ഓരോരുത്തരിലും ബദ്ധമായിട്ടുണ്ട് എന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓരോരുത്തരും അവരവരുടെ ആ അന്തരാത്മാവിനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ജീവഭാവത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ശ്രദ്ധയോടുകൂടി യത്നിക്കേണ്ടതാണ്. ഈ ജീവഭാവം അസത്യമാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം ജീവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന യത്നങ്ങളിലുള്ള ശ്രദ്ധ കൂടുതൽ സമ്പൂർണവും സമൃദ്ധവുമായി തീരും. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാല്, നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിന് മുമ്പേയുള്ള കർമ്മരഹിതമായിരിക്കുന്ന ദൈവചേതനയെ ശ്രദ്ധയോടെ ഭക്തിയോടെ ധ്യാനിച്ചുകൊണ്ട് തന്റെ ചിന്തകളിലും തന്റെ വാക്കിലും തന്റെ പ്രവൃത്തിയിലും നിറഞ്ഞു വിളങ്ങുന്ന അദൃശ്യമായിരിക്കുന്ന അരൂപമായിരിക്കുന്ന ചൈതന്യത്തെ കണ്ടുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അത് സ്വാത്മമുക്തിക്കും ജഗദ്ഹിതത്തിനും പ്രയോജനപ്പെടുന്നതായിരിക്കും, അനുകൂലമായിരിക്കും. അങ്ങനെ കർമ്മം ചെയ്യാനാണ് ആര് പറയുന്നത്? ശങ്കര ഭഗവത് പാദർ പറയുന്നു. എങ്ങനെ ഞാൻ ദേഹമാണ് എന്നുള്ള ബുദ്ധി ഒരാൾ വെച്ചു പുലർത്തുന്നുവോ, എങ്ങനെ ഞാൻ ബ്രാഹ്മണനാണ് എന്നുള്ള സുദൃഢബുദ്ധി വെച്ചു പുലർത്തുന്നുവോ, അതിൽ നിന്നും ഞാൻ ദേഹമല്ല, ഞാൻ ബ്രാഹ്മണൻ അല്ല, ഞാൻ ശൂദ്രനല്ല, ഞാൻ സ്ത്രീ അല്ല, ഞാൻ സ്ത്രീ എന്ന ചിന്ത കൊണ്ടാണ്, ഞാൻ ദേഹമാണ് എന്നുള്ള ചിന്ത കൊണ്ടാണ് തുടർന്നുള്ള സകല ഭേദബുദ്ധിയും എനിക്ക് വരുന്നത്. അഹം ആത്മാ. ഇത് സത്യദർശികളായ സകല ഗുരുക്കന്മാരും നമ്മളോട് ആവർത്തിച്ച് ഉദ്ബോധിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മളത് വളരെ കൃത്യമായി സ്പഷ്ടമായി സ്വയം മനനം ചെയ്ത് തന്നെ തന്നെ ഉദ്ബോധിപ്പിച്ച് സകല ചിത്തവൃത്തികളിൽ നിന്നും മോചനം നേടുന്നതിനുള്ള ഒരു ആത്മാർത്ഥമായ വാഞ്ച ഉള്ളിൽ വളർത്തിയെടുക്കുന്നതിന് ഓരോരുത്തരും ശ്രദ്ധിക്കണം. കാരണം ഈ ജന്മം നഷ്ടമായി കഴിഞ്ഞാല് വീണ്ടും ഏത് തരത്തിലുള്ള ജന്മം ലഭിക്കും എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മോട്ടോ തന്നെ ശങ്കര ഭഗവത് പാദരുടെ വിവേക ചൂടാമണിയിലെ ദുർലഭം ത്രയമേവ ഇതദ്ദൈവാനുഗ്രഹ ഹേതുകം,
മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നാം ഓരോരുത്തരും ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് ഭക്തിയോടെ ആചാര്യ ഭഗവത്പാദരെ പ്രണമിച്ചുകൊണ്ട് സമർപ്പണത്തോടുകൂടി ഈ ജീവഭാവം അസത്യമാണ്, ജീവഭാവം കൈക്കൊള്ളുന്ന സകലവിധ വികാരങ്ങളും അസത്യമാണ്, ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്, ഞാൻ കോപിഷ്ഠനാണ്, ഞാൻ അസൂയാവാനാണ്, എനിക്ക് ഇന്നതൊക്കെ നേടാനുണ്ട് എന്നുള്ള ചിന്തകൾ അസ്തമിപ്പിച്ചിട്ട് അപ്പൊ എങ്ങനെ കർമ്മം ചെയ്യാൻ പറ്റും എന്നൊരു സംശയം വരും. കർമ്മം ചെയ്തുകൊള്ളുക. കർമ്മം ചെയ്യുമ്പോൾ കർമ്മം ചെയ്യുന്നതിന് മുമ്പേയുള്ള കർമ്മരഹിതമായിരിക്കുന്ന ആത്മാവിനെ സർവത്ര പൂർണമായിരിക്കുന്ന ബോധമായിട്ട് ജ്ഞാനദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ഇവിടെ നേടാനൊന്നുമില്ല, കൈവിടാനൊന്നുമില്ല എന്നുള്ള ജ്ഞാനത്തെ ഹൃദയത്തിൽ പൂർണമായി സംസ്ഥാപനം ചെയ്തുകൊണ്ട് ആത്മമുക്തിക്കുതകും വിധം സച്ചിന്ത, സദ്വാക്ക്, സത്പ്രവർത്തി നിർവഹിക്കും എന്ന് ബദ്ധശ്രദ്ധനായ ഒരു സാധകനെ സംബന്ധിച്ച് ഈ ജന്മം പൂർണമായും പ്രയോജനപ്രദമായിരിക്കും. അല്ല, തനിക്ക് എന്തൊക്കെയോ നേടാനുണ്ട് എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ട് എങ്കിൽ അത് തീർത്തും അജ്ഞാനത്തിന്റെ സന്തതിയാണ്. അപ്പോൾ നമ്മളുടെ എങ്ങനെ കർത്തവ്യങ്ങളും കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കും എന്നൊരു സംശയം തോന്നിയാൽ കർത്തവ്യ നിർവഹണം ഈശ്വര പൂജയായിരിക്കണം, ആ ദേവപൂജയായിരിക്കണം, ബ്രഹ്മ ആരാധനയായിരിക്കണം, ബ്രഹ്മ സമർപ്പിതമായിരിക്കുന്ന യജ്ഞമായിരിക്കണം, അഹന്താരഹിതമായിരിക്കുന്ന ചിന്തയായിരിക്കണം. അവിടെ ചിത്തവൃത്തികളുടെ നിരോധം സഹജമായി സംഭവിക്കുന്ന അന്തർജ്ഞാനത്തിന്റെ ഒരു പ്രജ്വലനമായിരിക്കണം. അങ്ങനെ നമ്മളുടെ ഹൃദയം എത്തരത്തിലും പൂർണമായിട്ട് നിർമ്മലമാക്കി വെക്കുന്നതിനുള്ള ഒരു ഭക്തി നമുക്ക് ആചാര്യ ഭഗവത്പാദരുടെ അനുഗ്രഹ കടാക്ഷത്താൽ ലഭ്യമായി ഇരുന്നാൽ നമുക്ക് ഈ ജന്മം വളരെ പ്രയോജനപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എങ്ങനെയെന്ന് ചോദിച്ചാല് നമ്മള് തീർത്തും നമ്മളുടെ ജീവിത ലക്ഷ്യം ഉറപ്പിക്കുക തന്നെ വേണം. മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം പുരുഷാർത്ഥ പ്രാപ്തിയാണ് എന്ന് പറയുമ്പോൾ ആ പുരുഷാർത്ഥ പ്രാപ്തിക്ക് ഉതകും വിധം ധർമ്മം, അർത്ഥം, കാമം, അർത്ഥത്തിന്റെയും കാമത്തിന്റെയും പൂർത്തി നടത്തിക്കൊള്ളൂ. പക്ഷേ ശങ്കര ഭഗവത്പാദർ മോഹമുദ്ഗരത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, മോഹത്തിന് അതിന്റെ തലയ്ക്ക് ഇരുമ്പൊലക്കെ എടുത്ത് അടിക്കുകയാണ്, പറയുകയാണ്, കുഞ്ഞേ, നീ മുകുന്ദനെ, മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന മുകുന്ദദാതീതി മുകുന്ദഃ, മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന ആ മുകുന്ദനെ നീ സർവാത്മന സമാശ്രയിക്കൂ. ധനമൊക്കെ വരും പോകും, ബന്ധുജനം വരും പോകും, പക്ഷേ പരമമായ സത്യത്തെ സാക്ഷാത്കരിച്ചില്ല എങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും, കഷ്ടമായിരിക്കും. അതുകൊണ്ട് അരക്ഷണം പോലും കളയാതെ ജീവിത ലക്ഷ്യം ഉറപ്പിച്ചുകൊണ്ട് ചിത്തവൃത്തികൾ അസത്യമായിരിക്കുന്ന മരുമരീചികയ്ക്ക് സമാനമായിരിക്കുന്ന കയറിലെ പാമ്പിന് സമാനമായിരിക്കുന്ന ഭ്രമാത്മക ദൃശ്യങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മായാരഹിതമായ ജീവിതം നയിക്കുന്നതിന്, അവിദ്യാരഹിതമായ ജീവിതം നയിക്കുന്നതിനുള്ള ഒരു ശ്രദ്ധ ഏവർക്കും ഉണ്ടാകണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഥാ ദേഹോഹം പുരുഷോഹം ബ്രാഹ്മണോഹം ശൂദ്രോഹം അസ്മി ഇതി ദൃഢനിശ്ചയഃ തഥാ അപ്രകാരം. നാഹം ബ്രാഹ്മണഃ, ഞാൻ ബ്രാഹ്മണനല്ല, നാഹം ശൂദ്രഃ ന പുരുഷഃ, കിന്തു പിന്നെന്ത് പറയണം, അസംഗ സച്ചിദാനന്ദ സ്വരൂപ പ്രകാശസ്വരൂപ സർവ അന്തര്യാമി ചിദാകാശരൂപോസ്മീതി ദൃഢനിശ്ചയ രൂപോ അപരോക്ഷജ്ഞാനവാൻ ജീവൻ മുക്തഃ. ഈ അപരോക്ഷജ്ഞാനം ഉണ്ടാകണം. ഇത് പ്രത്യക്ഷത്തിൽ ഒരു ദേഹത്തെ കാണുന്നത് പോലെ അല്ലെങ്കിൽ മറ്റൊരു ദൃശ്യത്തെ കാണുന്നത് പോലെ ഉണ്ടാകുന്ന പ്രത്യക്ഷജ്ഞാനമല്ല. കേട്ടിട്ട് ഞാൻ അസംഗനാണ്, എനിക്കൊന്നിനോടും ബന്ധമില്ലാത്തവനാണ് എന്ന് കേട്ട് ധരിച്ചു വെച്ചിരിക്കുന്ന ജ്ഞാനവുമല്ല. പിന്നെയോ ഞാൻ അസംഗനാണ് എന്നുള്ളത് എൻ്റെ അനുഭവമാണ്. ഞാൻ പൂർണ്ണമാണ്, ഞാൻ പൂർണ്ണമാണ് എന്ന് പറയുന്ന ജ്ഞാനമല്ല, ഞാൻ പൂർണ്ണമാണ് എന്ന് കേൾക്കുന്ന ജ്ഞാനമല്ല,
ഞാൻ പൂർണ്ണമാണ് എന്ന് രുചിച്ചറിയുന്ന ജ്ഞാനമല്ല, മണത്തറിയുന്ന ജ്ഞാനമല്ല, സ്പർശിച്ചറിയുന്ന ജ്ഞാനമല്ല, മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ നിശ്ചയിക്കുന്ന ജ്ഞാനമല്ല. ഞാനായിട്ടിരിക്കുന്ന ജ്ഞാനത്തിനും അപ്പുറം കടന്ന് സാക്ഷിത്വം അറ്റക്ഷണം എങ്ങനെ കഥിക്കേണ്ടു? അക്ഷയാനന്ദഘനം ശാശ്വതം ശാന്തം പൂർണം സാക്ഷിത്വം അറ്റക്ഷണം എങ്ങനെ കഥിക്കേണ്ടു? പൂർണ്ണാനുഭൂതിയിൽ ശാന്താനന്ദഗിരി സ്വാമിജി എഴുതിയിരിക്കുന്നതാണ്. അവിടെ ഞാൻ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ആ പൂർണ്ണമായിരിക്കുന്ന ജ്ഞാനം തന്നെയാണ് ഞാൻ എന്ന് അനുഭവിക്കുന്ന അഖണ്ഡാകാര വൃത്തിയും കടന്ന ആ വൃത്തിയറ്റ പൂർണ്ണതയാണ് ഞാൻ എന്ന് അനുഭവിച്ച് ആ ജീവൻ മുക്തനായി ശരീരത്തിൽ ഇരുന്നു കൊണ്ട് വ്യവഹരിക്കുന്നവനാണ് ജീവൻ മുക്തൻ. ജീവഭാവം ദേഹത്തിൽ ഇരിക്കവേ അസത്യമാണെന്ന് ബോധ്യപ്പെട്ട് കാണുമ്പോൾ കാണാത്തവൻ, കേൾക്കുമ്പോൾ കേൾക്കാത്തവൻ, സംസാരിക്കുമ്പോൾ സംസാരിക്കാത്തവൻ. അതെങ്ങനെ ഈ സംസാരിക്കുമ്പോൾ സംസാരിക്കാത്തവനാകുന്നേ? അത് സംസാരിക്കുമ്പോൾ ഞാൻ എന്ന ജീവാഹന്ത ചിത്തിൽ ഭാസിച്ച ഛായയാണെന്നറിഞ്ഞുകൊണ്ട്, വാക്കുകൾ മരുമരീചിക സമാനമായിരിക്കുന്ന ദൃശ്യങ്ങളാണെന്നറിഞ്ഞുകൊണ്ട്, സർവത്ര പൂർണ്ണമായിരിക്കുന്ന ചൈതന്യത്തെ ദർശിക്കുന്ന അന്തർജ്ഞാനത്തിന്റെ ആ വിമലമായിരിക്കുന്ന പൂർണ്ണത, നിർമ്മലമായിരിക്കുന്ന ജ്ഞാനപ്രകാശം, അതാണ് ഇവിടെ അപരോക്ഷജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനാവലി മാലയില് ശങ്കര ഭഗവത്പാദൻ പറഞ്ഞത് അസംഗോഹം 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 പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമവ്യയ അസംഗോഹം 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 അഹം അസംഗഃ അഹം അസംഗഃ, ഞാൻ അസംഗനാണ്. അതാണ് അപരോക്ഷജ്ഞാനം. 7 കർമ്മബന്ധനത്തിൽ നിന്നുള്ള മുക്തിയാണ് പറയുന്നത്. ബ്രഹ്മൈവാഹമസ്മീത്യപരോക്ഷജ്ഞാനേന നിഖില കർമ്മബന്ധന വിനിർമുക്ത സ്യാത്. ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള അപരോക്ഷജ്ഞാനം ആർക്കുണ്ടാകുന്നുവോ അവന് സർവബന്ധ വിമുക്തി അല്ലെങ്കിൽ കർമ്മബന്ധ വിമുക്തി വരില്ല. ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള അനുഭവം ഉണ്ടാകും. ഞാൻ ദേഹമല്ല എന്നുള്ള ദൃഢനിശ്ചയം വരണം. ഇപ്പൊ ഞാൻ ദേഹമാണ് എന്ന് ദൃഢബുദ്ധി വെച്ചാൽ ഒരിക്കലും ഈ ജ്ഞാനത്തിലേക്ക് ഉയരാൻ കഴിയില്ല. നമ്മൾ ആദിശങ്കര ഭഗവത്പാദരുടെ അനുഗ്രഹ കടാക്ഷത്താൽ തത്വബോധ പ്രകരണം പൂർണ്ണമായി ശ്രവണം ചെയ്തവരാണ്. അതുകൊണ്ട് ഇനി ഞാൻ ഈ സ്ഥൂല ശരീരമാണെന്ന് ആർക്കും തോന്നില്ല. തോന്നുവോ? സൂക്ഷ്മ ശരീരമാണെന്ന് തോന്നുവോ? ഇല്ല. അവസ്ഥാത്രയത്തിൽ പെട്ടിരിക്കുന്ന ജീവനാണെന്ന് തോന്നുവോ? ഇല്ല. ചിത്തവൃത്തികൾ സത്യമാണെന്ന് തോന്നുവോ? ഇല്ല. ദൃശ്യങ്ങൾ തന്നെ കളിപ്പിക്കുവോ? ഇല്ല. എന്തുകൊണ്ട്? തത്വബോധം ശ്രവണം ചെയ്തവരാണ്. ആചാര്യ ഭഗവത്പാദർ അനുഗ്രഹ വർഷം വിതരാം ചൊരിഞ്ഞ ധന്യാത്മാക്കളാണ് ഏവരും. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ തോന്നില്ല. ആ ബ്രഹ്മബോധത്തിൽ വർദ്ധിക്കുന്നതിന് ശ്രദ്ധ വന്നവരാണ്. ബ്രഹ്മമാണ് സത്യമെന്ന് വളരെയധികം പ്രാവശ്യം ശ്രവണം ചെയ്തവരാണ്. ശങ്കര ഭഗവത്പാദര് ഹൃദയത്തിലേക്ക് ആ ജ്ഞാനത്തെ ഇങ്ങനെ പകർന്നു തന്നിട്ടുണ്ട്. ആ ശങ്കര ഭഗവത്പാദര് നമ്മളോട് പറയും, ത്വം ഹി ബ്രഹ്മ കുഞ്ഞേ മൂഢാ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ, മുകുന്ദനെ വിളിക്കൂ, ഗോവിന്ദനെ ഭജിക്കൂ. അപ്പൊ അത് കേട്ടത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ടറിയാം ബ്രഹ്മമാണ് സത്യം, ജഗത്ത് മിഥ്യയാണ്. ചലിച്ചു മറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാറ്റമുള്ളത് മാറ്റമറ്റ ചേതനയല്ല. മാറ്റമറ്റ ചേതനയാണ് നിശ്ചലമായ തത്വം. നിശ്ചലമായ തത്വത്തിൽ സ്ഥിതമായിരിക്കുന്നവനാണ് ജീവൻ മുക്തൻ. നിശ്ചല തത്വേ ജീവൻ മുക്തി. കർമാണി കതിവിധാനി സന്തി ചേത് ആഗാമി സഞ്ചിത് പ്രാരബ്ധഭേദേന ത്രിവിധാനി സന്ധി. അപ്പൊ കർമ്മങ്ങൾ ഏതൊക്കെയാണ്? ആഗാമി, സഞ്ചിതം, പ്രാരബ്ധം. അപ്പൊ ഇനി ഓരോന്നും എന്താണെന്ന് അറിയാൻ വേണ്ടി പറയുകയാണ്. ജ്ഞാനോത്പത്തി അനന്തരം, ജ്ഞാനം ഉണ്ടായതിനു ശേഷം ജ്ഞാനി ദേഹം കൊണ്ട് കർമ്മം ചെയ്താൽ പുണ്യവും പാപവും ഉണ്ടാകുമല്ലോ. പുണ്യപാപരൂപം കർമ്മ യഥാസ്തി തത് ആഗാമി ഇത്യഭിധീയതേ. ജ്ഞാനി ജീവൻ മുക്തൻ വീണ്ടും കർമ്മം ചെയ്താല് ആ ചെയ്യുന്ന ജ്ഞാനിയുടെ ദേഹം കൊണ്ടുണ്ടാകുന്ന കർമ്മത്തിന്റെ പുണ്യവും പാപവും
യാതൊന്നുണ്ടോ അതിനെയാണ് ആഗാമി എന്ന് പറയുന്നത്. എന്നാൽ സഞ്ചിത കർമ്മം എന്ന് പറയുന്നത് എന്താണ്? അനന്തകോടി ജന്മനാം ബീജഭൂതം സൻ. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് നമ്മളാരും അല്ല പറഞ്ഞു വെച്ചിരിക്കുന്നത്. സത്യസ്വരൂപനായ ബ്രഹ്മസ്വരൂപനായ അദ്വയ ജ്ഞാനസ്വരൂപനായ ശങ്കര ഭഗവത്പാദര് അഹേതുകമായിരിക്കുന്ന ദയാവായ്പിനാൽ പറഞ്ഞിരിക്കുക, അനന്തകോടി ജന്മനാം ബീജഭൂതം തൻ യത് കർമ്മജാതം പൂർവാർജിതം തിഷ്ഠതി തത് സഞ്ചിതം ജ്ഞേയം. സഞ്ചിതം എന്ന് പറഞ്ഞാൽ ചിത് എന്ന് പറഞ്ഞാൽ തന്നെ ടു കളക്ട്, കൂട്ടി വെച്ചിരിക്കുന്നതാ. അനേക ജന്മങ്ങളായിട്ട് കൂട്ടി വെച്ചിരിക്കുന്ന ആ ബീജഭൂതമായിരിക്കുന്ന കർമ്മത്തെയാണ് സഞ്ചിതം എന്ന് പറയുന്നത്. എത്ര കർമ്മങ്ങളിൽ എന്തെല്ലാം, എത്ര ജന്മങ്ങളിൽ എന്തെല്ലാം ചിന്തിച്ചിരിക്കുന്നു, എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു, എന്തെല്ലാം കേട്ടിരിക്കുന്നു. ഈ സകല ചലനങ്ങൾക്കും, സൂക്ഷ്മ ശരീരത്തിലുണ്ടായിരിക്കുന്ന സകല ചലനങ്ങൾക്കും, സ്ഥൂല ശരീരത്തിലുണ്ടായിരിക്കുന്ന സകല ചലനങ്ങൾക്കും ഏതൊക്കെ തരത്തിലുള്ള ആ കർമ്മങ്ങളുണ്ടോ, കർമ്മഫലങ്ങളുണ്ടോ, അതൊക്കെ നമ്മളുടെ ഈ വാസനയായിട്ട്, സഞ്ചിത കർമ്മമായിട്ട് നമ്മളുടെ ഉള്ളിലുണ്ട്. ജന്മശതങ്ങൾ പൊടിച്ചൊരബോധം നിങ്ങളെയുന്തുന്നു, ജന്മശതങ്ങൾ പൊടിച്ചൊരബോധം നിങ്ങളെയുന്തുന്നു, വീണ്ടും മുന്നോട്ടുന്തുന്നു. അനേകം ജന്മങ്ങളായി ചെയ്തു പോയ കർമ്മങ്ങളാണ് നമ്മളെ ഇന്ന് ഇങ്ങനെയൊക്കെ ഓരോ തരത്തിലുള്ള കർമ്മഫലം അനുഭവിച്ചുകൊണ്ട്, പ്രാരബ്ധം എന്ന രീതിയിൽ ഭുജിച്ചുകൊണ്ട്, ബാക്കി ഭുജിക്കുന്നതിന് സഞ്ചിതം കാത്ത് സംരക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സഞ്ചിതത്തെ ശ്രദ്ധിക്കാതെ പോകല്ലേ ആരും. സഞ്ചിതം ഇരിപ്പുണ്ടേ, അത് വീണ്ടും അടുത്ത പ്രാരബ്ധത്തിന് തക്കം പാർത്തിരിക്കുകയാണേ. ഈ ജന്മത്തില് നമ്മൾ അത് ചെയ്തില്ല എങ്കില് എന്ത് സംഭവിക്കും? ഈ ജന്മത്തില് ജീവൻ മുക്തനായി ഭവിച്ചില്ല എങ്കിൽ സഞ്ചിതമായിരിക്കുന്ന കർമ്മവാസനയനുസരിച്ച് ഏത് പ്രാണിവർഗത്തിന്റെയും ശരീര സ്വീകാര്യം സാധ്യമാകും, വാസനയ്ക്കനുസരിച്ച്. ഇതൊക്കെ വെറുതെ പറയുന്നതല്ല എന്നും മനസ്സിലാക്കണം. അതാണ് സഞ്ചിതം കർമ്മം. അപ്പൊ പ്രാരബ്ധം കർമാക്കിയും ഇത് ചെയ്ത്, അപ്പൊ പ്രാരബ്ധം എന്ന് പറയുന്നതോ ഇതം ശരീരം ഉത്പാദ്യ, ഈ ശരീരം ഉണ്ടായിട്ട് ഇഹലോകേ ഏവം സുഖദുഃഖാദിപ്രദം യത് കർമ്മ തത് പ്രാരബ്ധം. സുഖദുഃഖാദികൾ അനുഭവിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ഇരുന്ന് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്രാരബ്ധം എന്ന് പറയുന്നത്. ഭോഗേന നഷ്ടം ഭവതി പ്രാരബ്ധ കർമ്മണാം ഭോഗാദേവ ക്ഷയം ഇതി. നമ്മൾ ഭുജിക്കുന്നതനുസരിച്ച് ഇതിന്റെ ക്ഷയം സംഭവിക്കും. ഈ സഞ്ചിത കർമ്മവും പ്രാരബ്ധ കർമ്മവും. അങ്ങനെയെങ്കില് സഞ്ചിതം കർമ്മ ബ്രഹ്മൈവാഹം ഇതി നിശ്ചയാത്മക ജ്ഞാനേന നശ്യതി. അപ്പൊ ഈ സഞ്ചിത കർമ്മം പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അനന്ത കോടി ജന്മനാം ബീജഭൂതം എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഈ ജന്മത്തിൽ സത്യം സാക്ഷാത്കരിച്ചില്ലെങ്കിൽ വീണ്ടും അടുത്ത ജന്മത്തിന് കാരണമാകുമെന്നും പറഞ്ഞു. അങ്ങനെയെങ്കില് ഈ സഞ്ചിതകർമ്മം പോകാൻ വല്ല മാർഗം ഉണ്ടോന്ന് പെട്ടെന്ന് സംശയം തോന്നും, അല്ലേ? മാർഗം ഉണ്ടെങ്കിൽ കേൾക്കാൻ താല്പര്യമുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും. എത്ര പേര് ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നോ അവർക്കൊക്കെ ദൈവമേ, ഈ ശരീരത്തിൽ ഇരുന്ന് എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അതൊക്കെ ഞാൻ സുഖമാണെന്നും ദുഃഖമാണെന്നും ഇനിയും നല്ലത് വരുമെന്നും ഇനിയും ഒക്കെ പലതും ഭുജിക്കാമെന്നും ഒക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ ഈ തുടർച്ചയുടെ ഭാഗം ഇനിയും വേണമോ എന്ന് ചിന്തിക്കുമ്പോൾ, ദൈവമേ, സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ, മറ്റു പ്രാണിവർഗങ്ങളെ ഞാൻ സസൂക്ഷ്മം ദർശിക്കുന്നുണ്ടല്ലോ. നായ, പശു, മറ്റു പ്രാണിവർഗങ്ങള്, അവർക്ക് പുസ്തകം വായിക്കണ്ട, വിവേകജ്ഞാനമില്ല, ജസ്റ്റ് ജ്ഞാനേ വിഹീന പശുഭ്യേ സമാന, പശു സമാനന്മാരാണ് ജ്ഞാനവിഹീനന്മാര്. അങ്ങനെ പോകുന്നു മറ്റു പ്രാണിവർഗങ്ങൾ. അപ്പൊ എന്റെ പ്രാരബ്ധ കർമ്മഫലം ഇനിയും എന്തായി തീരുമോ എന്തോ? സഞ്ചിതം കിടക്കുകയല്ലേ, ഈ സഞ്ചിതത്തെ ഒന്ന് ഇല്ലാതാക്കണ്ടേ. നായയായാൽ എന്താകും? പന്നിയോ പശുവോ ഒക്കെ ആയാൽ എന്താകും? കൃമികീടങ്ങളായാൽ എന്താകും? അയ്യോ, കേട്ടപ്പോ തന്നെ പേടിയാകുന്നു, ഭയമാകുന്നു. എന്താകും? എങ്കിലൊരു മാർഗമുണ്ട്. സഞ്ചിതം കർമ്മ ബ്രഹ്മൈവാഹമിതി നിശ്ചയാത്മക ജ്ഞാനേന നശ്യതി. ഏത് ജ്ഞാനത്താലും നശിക്കും?
അഹം ബ്രഹ്മ എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാല് സർവ സഞ്ചിത കർമ്മങ്ങളും നശിക്കും. എങ്ങനെയെന്നറിയോ? ഈ സൂര്യന്റെ പ്രകാശം വരുമ്പോ ഇരുട്ട് എവിടെ പോയി മറഞ്ഞു എന്ന് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? സൂര്യപ്രകാശം, ഏത് പ്രകാശം വന്നാലും ഇരുട്ട് പോകില്ലേ? അതുപോലെ ഈ അഹം ബ്രഹ്മ ജ്ഞാനം ഉദിച്ചു കഴിഞ്ഞാല് അദ്വയ ജ്ഞാന പ്രകാശത്തിൽ സകല സഞ്ചിത കർമ്മങ്ങളും ഇല്ലാതാകും. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ. ജ്ഞാനാഗ്നിയിൽ സർവകർമ്മങ്ങളും ഭസ്മീകരിക്കപ്പെടും. അതുകൊണ്ട് സഞ്ചിത കർമ്മം ഇല്ലാതാക്കാം. അതുകൊണ്ട് ഈ നിമിഷം മുതൽ അരനൊടി പോലും നഷ്ടമാക്കാതെ ദൃഗ്ദൃശൗ ദൗ പദാർത്ഥൗ സ്ത പരസ്പര വിലക്ഷണൗ ദൃഗ്ബ്രഹ്മ ദൃശ്യം മായ. ദൃഗ്ബ്രഹ്മം ദൃശ്യം മായ എന്ന് ആവർത്തിച്ച് സ്വയം പഠിക്കണം. ദൃശ്യം എന്ന് പറഞ്ഞാൽ തന്റെ അനുഭവത്തിൽ വരുന്നത് ഏത് ദൃശ്യമാണ്? ചിന്ത ദൃശ്യമാണ്, കാണാൻ കഴിയുന്നതാണ്, ലോകമാണ്. ലോക്യതയിത് ലോക. അപ്പൊ ഞാന് എന്ന ചിന്തയായിട്ട് അതിനെ കാണുമ്പോൾ ഞാൻ എന്ന ചിന്തയും ദൃശ്യമാണ്. ആ ഞാൻ എന്ന ചിന്തയ്ക്ക് മുമ്പേ ഉള്ളത് എന്താണ്? ഞാൻ എന്ന ചിന്ത, സർവചിന്തകൾക്കും മുമ്പേ ഉള്ള ചിന്ത ഞാൻ എന്ന ചിന്ത. അപ്പോ ഞാനിനെ അറിയണമെങ്കിൽ മറ്റ് ദൃശ്യങ്ങളെ ശ്രദ്ധിക്കുന്നത് പോലെ ഞാൻ എന്നതിലേക്ക് ശ്രദ്ധിക്കണം. കസേരയെ അറിയണമെങ്കിൽ കസേരയിലേക്ക് ശ്രദ്ധിക്കുന്നത് പോലെ ഞാനിനെ അറിയണമെങ്കിൽ, അഹം ബ്രഹ്മ എന്ന ജ്ഞാനം വരണമെങ്കിൽ ഞാനിലേക്ക് ശ്രദ്ധിക്കണം. ശ്രദ്ധ ഞാനിലേക്ക് കൊണ്ടുവരുമ്പോൾ മറ്റ് ചിന്തകൾ ഒഴിവാക്കും. ശ്രദ്ധയെ ഞാനിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ സകല ചരാചരങ്ങളിലും ഞാനെന്ന ബോധം പൂർണ്ണ ചൈതന്യമായി വിരാജിക്കുന്നത് ശബ്ദരഹിതമായി അനുഭവിക്കാൻ കഴിയും. അവിടെ ഞാനെന്ന ചിന്ത ഉദയമാകുന്നത്, ഇപ്പൊ നിങ്ങൾ പഞ്ചീകരണ പ്രക്രിയ ഒക്കെ വളരെ ഗംഭീരമായി ഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ എന്നതൊരു ശബ്ദമാണ്. ആ ശബ്ദം ആകാശത്തിന്റെ ഗുണമാണ്. അപ്പോൾ ആകാശം വ്യാപകത്വമുള്ളതാണ്. ആകാശത്തിന്റെ സൂക്ഷ്മ തന്മാത്രയായിരിക്കുന്ന ശബ്ദവും വിശ്വപ്രാണശക്തിയും അത് ചലിക്കുന്നുണ്ട്. ഞാൻ എന്ന ശബ്ദം ഉണ്ടായതാണ്. അപ്പോ വിശ്വപ്രാണശക്തിയും ആകാശത്തിന്റെ സൂക്ഷ്മ തന്മാത്രയും വിശ്വ മനസ്സും കോസ്മിക് മൈൻഡും സമഷ്ടി മനസ്സും ചേർന്നാണ് ഞാൻ എന്ന ചിന്ത ഉദയമായത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ ഞാനെന്ന ചിന്ത ബ്രഹ്മാകാര വൃത്തിയായി അനുഭവമായി കഴിയുമ്പോൾ മാത്രമേ ഒരാൾക്ക് സാക്ഷിജ്ഞാനം ഉദ്ഭുതമാവുകയുള്ളൂ. ആ അഹം ബ്രഹ്മ എന്ന ജ്ഞാനത്തിലേക്ക് പോകണമെങ്കിൽ അഹം ബ്രഹ്മാകാര വൃത്തിയില് നിതരാം വർത്തിച്ചിട്ട് അതിന്റെ നൈരന്തര്യതയിൽ കാലങ്ങളോളം വർത്തിക്കുന്ന സാധകനെ സംബന്ധിച്ച് ബ്രഹ്മജ്ഞാനം സഹജനിലയായി തീരുമ്പോൾ ജീവൻ മുക്തി സഹജ അനുഭവമായി പരിണമിച്ച് സഞ്ചിത കർമ്മം ഒടുങ്ങും. സഞ്ചിത കർമ്മം ഒടുങ്ങും. അങ്ങനെ സഞ്ചിത കർമ്മത്തിന് അവസാനം ഉണ്ടാക്കാം എന്ന് ആചാര്യൻ പറഞ്ഞു കഴിഞ്ഞു. ആഗാമി കർമാഭിജ്ഞാനേന നശ്യതി. ആഗാമി കർമ്മവും ജ്ഞാനം കൊണ്ട് നശിക്കും. പിന്നെ അതുകൊണ്ടാണ് ശങ്കര ഭഗവത്പാദർ പറഞ്ഞിട്ടുണ്ട്, ഭൂതം ഭാവി ചതുഷ്കൃതം പ്രദഹദ സംവിന്മയേ പാവകേ. ഭൂതജ്ഞാനവും ഭൂതത്തിൽ ചെയ്തിട്ടുള്ള ദുഷ്കൃതങ്ങളും ഭാവിയിൽ ചെയ്തിട്ടുള്ള ദുഷ്കൃതങ്ങളും പ്രദഹദ സംവിന്മയേ പാവകേ പ്രാരബ്ധായ സമർപ്പിതം സ്വവപുഃ. അങ്ങനെ ആചാര്യൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആഗാമി കർമാഭി ജ്ഞാനേന നശ്യതി കിഞ്ച ആഗാമി കർമ്മണ നളിനീദളഗത ജലവത് ജ്ഞാനിനാം സംബന്ധോ നാസ്തി. ആഗാമി കർമ്മവും ജ്ഞാനം കൊണ്ട് നശിക്കുന്നു. താമരയിലയിലെ വെള്ളം പോലെ അത് ജ്ഞാനിയെ സ്പർശിക്കുന്നതേയില്ല. താമര ഇലയില് ജലം സ്പർശിക്കപ്പെടാത്തതുപോലെ ജ്ഞാനിയെ യാതൊരുവിധ കർമ്മങ്ങളും സ്പർശിക്കുന്നില്ല. ജ്ഞാനി ചലനരഹിതനാണ്. നിഴൽ സമാനമായി ആകാശാദി പ്രപഞ്ചത്തെ ദർശിക്കുന്നവൻ. അതുകൊണ്ട് ജ്ഞാനിനാം സംബന്ധോ നാസ്തി. ഏത് ആഗാമി കർമ്മത്തിനും. കിഞ്ച യേ ജ്ഞാനിനം സ്തുവന്തി ഭജന്തി
അർച്ചയന്തി താൻ പ്രതി ജ്ഞാനികൃതം ആഗാമി പുണ്യം ഗച്ഛതി. വളരെ ആചാര്യ ഭഗവത്പാദരാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയില്ല ഈ ആരാണ് ഈ ജ്ഞാനി. എന്നാലും ജ്ഞാനിയെ തിരിച്ചറിയുന്നതിന് ഒരു മാർഗമുണ്ട്. ആചാര്യ ഭഗവത്പാദരുടെ ഗ്രന്ഥങ്ങളെ ഉപോദ്ബലകമാക്കിക്കൊണ്ട്, വേദപ്രമാണങ്ങളെ ഉപോദ്ബലകമാക്കിക്കൊണ്ട്, സത്യമാണ് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ഉറപ്പിച്ചുകൊണ്ട് താൻ മുന്നോട്ട് പോകുമെങ്കിൽ തനിക്ക് കൃത്യമായിട്ട് ആ പ്രകൃതി തന്നെ സത്യത്തെ വെളിപ്പെടുത്തി തരും. ജ്ഞാനിയെ ആരാണോ സ്തുതിക്കുന്നത്, ഭജിക്കുന്നത്, പൂജിക്കുന്നത്, അവരിലേക്ക് ജ്ഞാനിയുടെ ആഗാമി കർമ്മഫലം പോകും. അപ്പൊ ജീവൻ മുക്തനായിരിക്കുന്ന ജ്ഞാനി ദേഹത്തിലിരുന്നു കൊണ്ട് ഏത് കർമ്മമാണോ ചെയ്യുന്നത്, ആ ജ്ഞാനിയെ ആരാണോ സ്തുതിക്കുന്നത്, ഭജിക്കുന്നത്, പ്രകീർത്തിക്കുന്നത്, പൂജിക്കുന്നത്, അവരിലേക്ക് ജ്ഞാനി ചെയ്ത പുണ്യകർമ്മങ്ങൾ പോകും. കാരണം അവർക്ക് വീണ്ടും ശരീരമില്ല, അവർക്ക് ആ ഫലഭോഗം നടത്തേണ്ടതായിട്ടില്ല. അതുപോലെ ആരാണോ ജ്ഞാനിയെ നിന്ദിക്കുന്നത്, ദുഷിക്കുന്നത്, കഷ്ടപ്പെടുത്തുന്നത്, അവരിലേക്ക് ജ്ഞാനി ചെയ്ത പാപകർമ്മങ്ങളും പോകും. ജ്ഞാനി പാപകർമ്മങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ തന്നെ പല സന്ദർഭങ്ങളിലും ശരീരകൃതമായിട്ട് എന്തെങ്കിലും അറിയാതെ സംഭവിച്ചു പോയാൽ, അത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അതിന്റെ വിശദമായ വിവരണം ഉദാഹരണ സഹിതം വെളിപ്പെടുത്തിയിരുന്നു. അതിന്റെ ഫലം പോകും. തഥാ ച ആത്മവേദ് സംസാരം തീർത്വാ ബ്രഹ്മാനന്ദം ഇഹ ഇവ പ്രാപ്നോതി. അങ്ങനെ ആത്മവിത്ത് സംസാര വിമുക്തനായി ബ്രഹ്മാനന്ദത്തെ പ്രാപിക്കുന്നു. തരതി ശോകം ആത്മവിത്ത് ഇതി ശ്രുതേഹേ. ഛാന്തോക്യം 7:1 സനത്കുമാര നാരദ സംവാദത്തില് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തരതി ശോകം ആത്മവിത്ത്. ആത്മവിത്ത് ശോകത്തെ മറികടക്കുന്നു. ആത്മജ്ഞാനിക്ക് ശോകമില്ല. കാരണം ആത്മജ്ഞാനി ഈ സംസാരത്തെ മറികടന്നവനാണ്, ചലനത്തെ മറികടന്നവനാണ്, ചിന്തയില് സത്യബുദ്ധി പുലർത്താത്തവനാണ്, നിന്ദയിലോ സ്തുതിയിലോ യാതൊരുവിധ ഭാവങ്ങളും അല്ലെങ്കിൽ താല്പര്യവും പ്രകടിപ്പിക്കാത്തവനാണ്. ആര് നിന്ദിച്ചാലും ആര് സ്തുതിച്ചാലും യാതൊരുവിധ മാറ്റവും ജ്ഞാനിയെ സംബന്ധിച്ചില്ല. ജ്ഞാനിയെ സംബന്ധിച്ച് അത് മരുമരീചിക സമാനമാണ്, കയറിൽ തോന്നിയ പാമ്പ് പോലെയാണ്. അത്ര സുദൃഢമായി ഈ ഇഹലോക വ്യവഹാരത്തെ കാണുന്ന ജ്ഞാനിയെ സംബന്ധിച്ച് പിന്നെ ശോകമോഹാദികൾ എങ്ങനെ വരും? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. തത്ര ശോക ക മോഹ ഏകത്വം അനുപശ്യത. ക ശോകഃ ക മോഹഃ ഏകത്വം അനുപശ്യത. തനും ത്യജതു വാ കാശ്യാം ശ്വപചസ്യ ഗൃഹേ അഥവാ ജ്ഞാനസംപ്രാപ്തി സമയേ മുക്താസൗ വിഗതാശയഃ ഇതി സ്മൃതേച്ഛ. ജ്ഞാനി തന്റെ ശരീരം എവിടെ എങ്ങനെ കൊഴിഞ്ഞു വീണാലും, അത് കാശിയിലാകട്ടെ ചണ്ടാലകുടിയിലാകട്ടെ, അതായത് പട്ടിമാംസം ഭക്ഷിക്കുന്നവന്റെ ഗൃഹത്തിൽ വെച്ചും ജ്ഞാനി ശരീരം ത്യജിച്ചു എന്നിരിക്കട്ടെ, യാതൊരു ഭേദവുമില്ല. ജ്ഞാനപ്രാപ്തിയോടുകൂടി സകല കർമ്മഫലങ്ങളിൽ നിന്നും മുക്തമാകുന്നു. ഇത് ഗംഭീരമായ ഒരു ഗ്രന്ഥമാണ്. ഈ തത്വബോധം എന്ന പ്രകരണം ആവർത്തിച്ച് ശ്രവണം ചെയ്യണം, ആവർത്തിച്ച് മനനം ചെയ്യണം. ഈ ശ്രവണ മനന നിതിധ്യാസങ്ങളാൽ ഒരാൾക്ക് തുടർന്നുള്ള ശങ്കര ഭഗവത്പാദരുടെ കൃതികൾ വളരെ ഗംഭീരമായി ഗ്രഹിക്കാൻ കഴിയും. ഈ തത്വബോധം എന്ന പ്രകരണം നമുക്ക് ശ്രവണം ചെയ്യാൻ കഴിഞ്ഞത് അദ്വയ സ്വരൂപനായിരിക്കുന്ന ശുദ്ധ മുക്ത ബുദ്ധ സ്വരൂപമായിരിക്കുന്ന ആചാര്യന്റെ അനുഗ്രഹ കടാക്ഷത്താലാണ്. ഈ അനുഗ്രഹം നമ്മൾ എപ്പോഴും ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. നമുക്ക് ഈ തത്വബോധ പ്രകരണം എന്ന ആ മഹത്തായ ഗ്രന്ഥത്തിൽ കൂടി നമ്മെ ഉദ്ബോധിപ്പിച്ചത് എന്താണ് എന്ന് ചോദിച്ചാല്, മുഖ്യമായിട്ടും സാധന ചതുഷ്ടയ സമ്പന്നനായിരിക്കണം, സാധനയുണ്ടായിരിക്കണം. സാധനയില്ല എങ്കിൽ ആർക്കും ഇത് ലഭിക്കുകയില്ല. നിത്യാനിത്യ വസ്തുവിവേകം ഉണ്ടായിരിക്കണം. നിത്യമേത് അനിത്യമേത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇഹ അമുത്ര ഫലഭോഗ വിരാഗം ഉണ്ടായിരിക്കണം. എത്ര കേട്ടിട്ടും എത്ര കണ്ടിട്ടും എത്ര രുചിച്ചിട്ടും മണത്തിട്ടും സ്പർശിച്ചറിഞ്ഞിട്ടും മതിയായില്ലേ എന്ന് സ്വയം താൻ തന്നോട് തന്നെ ചോദിച്ചുകൊണ്ട് വിവേകിയായി വിരാഗിയായി ശമാധിഷഡ്ക സമ്പന്നനായി, ശമം ദമം ഉപരമം ശ്രദ്ധ തിതിക്ഷ സമാധാനം തുടങ്ങി ശമാധിഷഡ് സമ്പന്നനായി ആ സമ്പത്തിയെ ആർജിച്ച് മുമുക്ഷുവായി തീരണം. അതുകൊണ്ട് ഇനി നമുക്ക് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും പ്രമുഖമായിട്ടും ചെയ്യേണ്ടത് സാധനയാണ്. സാധന ചെയ്യണം, സാധന ചെയ്യണം. ഇനി സാധന എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഗ്രഹിക്കേണ്ടത് എന്നാണ് എനിക്ക്
മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ആദിശങ്കര ഭഗവത് പാദരാൽ വിരചിതമായ സാധനാ പഞ്ചകം എന്ന കൃതി നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് ശ്രവണം ചെയ്യാം എന്ന് തോന്നുന്നു. ആചാര്യ ഭഗവത് പാദര് 5 ശ്ലോകങ്ങളിലായി രചിച്ചിരിക്കുന്ന ഈ കൃതി ഓരോ ശ്ലോകങ്ങളിലും 8 സാധനകളെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ 40 സാധനകളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ 40 സാധനകൾ കൂടി നാം ചെയ്യാൻ തുടങ്ങിയാല് നാം സദ്ഗുരുക്കന്മാരുടെ ഋഷീശ്വരന്മാരുടെ മഹത്തുക്കളുടെ പൂർണ്ണമായ കൃപയ്ക്ക് പാത്രീഭൂതരാകും എന്ന് ധരിക്കുന്നു. പ്രത്യേകിച്ചും ഈ നമ്മളുടെ ക്ലാസ്സിന് പങ്കെടുക്കുന്നവരൊക്കെ അദൃശ്യമായ ശക്തിയുടെ അനുഗ്രഹ കടാക്ഷത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ശ്രീകൃഷ്ണ അഷ്ടമിയാണ്. ജന്മാഷ്ടമിയായിരിക്കുന്ന ഇന്നത്തെ ദിവസം ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ കാരുണ്യ അതിരേകം നമ്മളിലെല്ലാം വളരെയേറെ ഉണ്ട് എന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനും ഈ ജന്മാഷ്ടമി വളരെ ഭക്തിയോട് ശ്രദ്ധയോട് കുടികൊള്ളുമ്പോൾ ആചരിക്കുമ്പോൾ ആ ആചരണ വേളയിൽ എല്ലാവർക്കും ഓർക്കേണ്ട ഭഗവാന്റെ ഒരു അനുഗ്രഹ വചസ്സാണ്. ഭഗവാൻ നമ്മളോട് പറയുന്നു, അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ, അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യ ചിന്തയോടുകൂടി ആരാണോ എന്നെ ഭജിക്കുന്നത്, ഭഗവാൻ മാത്രം സത്യം, ബ്രഹ്മം മാത്രം സത്യം, എടാ ഗുഡാകേശ അഹമാത്മാ അവജാനന്തി മാം മൂഢ മാനുഷ്യം ധനുമാശ്രിത, എന്നെ മൂഢന്മാര് മനുഷ്യരൂപം ധരിച്ചവരായിട്ട് കാണുന്നു. ഗുഡാകേശ അഹമാത്മാ, ഞാൻ ആത്മാവാണ്, അഹം സച്ചിദാനന്ദ സ്വരൂപ, എന്നെ അനന്യ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി നീ സാകാരത്തിൽ കണ്ടുകൊള്ളൂ, കുഴപ്പമില്ല, നിരാകാരത്തിൽ കണ്ടുകൊള്ളൂ, പക്ഷേ നീ നിന്റെ ശ്രദ്ധ, നിന്റെ സമ്പൂർണ്ണ സമർപ്പണം വേറൊന്നിനെയും ആശ്രയിക്കണ്ട, എന്നെ തന്നെ ആശ്രയിക്കും. നിന്റെ ലൗകിക വ്യവഹാരങ്ങളിൽ നിനക്ക് പ്രശ്നങ്ങൾ വരുന്നു, നീ എന്നെ ആശ്രയിക്കും. നീ മനുഷ്യരെ ആശ്രയിക്കണ്ട. നിനക്ക് ആവശ്യങ്ങളുണ്ടോ, നീ എന്നെ ആശ്രയിക്കും. നിനക്ക് മുക്തി വേണമോ, നിനക്ക് എന്നെ ആശ്രയിക്കും. ധർമ്മം വേണമോ, നീ എനിക്ക് എന്നെ ആശ്രയിക്കും. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് നമുക്ക് വാഗ്ദാനം നൽകുന്ന ആ ഭഗവാനെ ഭക്തിയോടുകൂടി ബുദ്ധിയോടുകൂടി ശക്തിയോടുകൂടി സിദ്ധിയോടുകൂടി ഭജിക്കുന്നതിന് സർവദാ നമ്മെ അനുഗ്രഹിക്കുന്ന ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ നമുക്ക് പല വിധത്തില് ആചാര്യ ഭഗവത് പാദര് വരച്ചു കാട്ടിയിട്ടുണ്ട്. ആചാര്യ ഭഗവത് പാദരുടെ ഓരോ കൃതികളും ബാലമുകുന്ദാഷ്ടകമായാലും ഏതെടുത്താലും, ഇനിയിപ്പോ ഇത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങളുടെ ഇതിന്റെ മീറ്റിംഗിൽ വരുന്നുണ്ടായിരിക്കും. എന്തായാലും അതിന്റെ ഒക്കെ വളരെ അർത്ഥസഹിതമായ വിചിന്തനം, ധ്യാനം ഓരോരുത്തരെയും ആ അന്തരാത്മാവിന്റെ ആഴത്തിലേക്ക് നയിക്കുന്നതിന് പ്രാപ്തിയുള്ളതായി തീരും. ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ അനുഗ്രഹ കടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സാധന പഞ്ചകം എന്ന കൃതി പഠിക്കുന്നതിന് മുമ്പ്, ശ്രവണം ചെയ്യുന്നതിന് മുമ്പ് തത്വബോധം എന്ന പ്രകരണ ഗ്രന്ഥം ആവർത്തിച്ച് മനനം ചെയ്യുന്നതിന്, ആവർത്തിച്ച് ശ്രവണം ചെയ്യുന്നതിന് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം നിങ്ങളോട് സംവദിക്കുന്നതിന് ശക്തി പകർന്നു തന്ന ഗുരുനാഥൻ ബ്രഹ്മശ്രീ ശാന്താനന്ദഗിരി സ്വാമിജിയുടെ തൃച്ചേവടികളിൽ അനന്യാനന്ദ സ്വരൂപനായിരിക്കുന്ന, അദ്വയ ബ്രഹ്മമായിരിക്കുന്ന, സച്ചിസ്വരൂപമായിരിക്കുന്ന ശ്രീശങ്കര ഭഗവത് പാദരുടെ തൃച്ചേവടികളിൽ ഈ വാക്കുകൾ പൂജാ മലരുകളായി അർപ്പിച്ചുകൊണ്ട് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ശ്രേയസ്സും പ്രേയസ്സും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഓം വാ യജ്ഞേന കൽപതാ സന്തോഷം മാതാജി. ഈ 1 മണിക്കൂർ എങ്ങനെ കടന്നുപോയി എന്നറിയില്ല. എന്തായാലും ഈ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഇന്നത്തെ ഈ സുദിനത്തിൽ
എല്ലാവരും അനുഗ്രഹീതരായി എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായും ഇത് കേട്ടിരുന്ന ഓരോരുത്തർക്കും അവരുടെ മനസ്സിലുണ്ടായിട്ടുള്ള വികാരങ്ങൾ ഭക്തിനിർഭരമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ആർക്കെങ്കിലും ഈ വേളയിൽ മാതാജിയോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള നിമിഷങ്ങൾ കൂടിയാണ്. തീർച്ചയായിട്ടും മൈക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് വരിക. ശങ്കര സ്വാമിയമ്മ, ഒരു സംശയം. തുടർച്ചയായിട്ട് ഈ 5ന്റെ കണക്കുകൾ, ജ്ഞാനേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, തന്മാത്ര പഞ്ചകം, പഞ്ചപ്രാണൻ, ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ആ കോശ പഞ്ചകം ഒരു കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അത് ഇപ്പോ പറ്റിയില്ല എങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും? ഞാൻ പറഞ്ഞിരുന്നു. ജയശങ്കര, മാതാജി കേട്ടോ? നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാർ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. മിക്കവാറും എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന അദ്ദേഹം ഒരു സംശയം ചോദിച്ചു. മാതാജി കേട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമസ്തേ മാതാജി. മാതാജി കേൾക്കുന്നുണ്ടോ? നമസ്തേ മാതാജി കേൾക്കുന്നില്ലേ? കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കണ്ടോ സുരേഷ് അവിടെ മാതാജി പറയുന്നത് കേൾക്കുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? മാതാജി പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? വോയിസ് കുറച്ചാണോ വെച്ചിരിക്കുന്നത്? സംശയം. നമസ്തേ മാതാജി. തോന്നുന്നു നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കണം. മാതാജിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. നമ്മൾ ഇവിടുന്ന് പറയുന്നതേ കേൾക്കുന്നില്ല. പക്ഷെ മാതാജി പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. മാതാജി പറയുന്നത് കേൾക്കുന്നുണ്ട്. ഓക്കെ. നമസ്തേ മാതാജി. ഞങ്ങൾ പറയുന്നത് കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നില്ല, ഒന്ന് പറയാമോ? നമസ്തേ മാതാജി. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. ഞാൻ ഉണ്ണികൃഷ്ണൻ സാറിനെ ഒന്നുകൂടി ക്ഷണിക്കുകയാണ്, ഒന്ന് സംസാരിച്ചോളൂ. ജയശങ്കര മാതാജി. ജയശങ്കര, എനിക്ക് ഈ 5ന്റെ കണക്കുകൾ ഇതിനകത്ത് കുറച്ച് കൂടിപ്പോയത് കൊണ്ട് അത് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള്, പഞ്ചകർമ്മേന്ദ്രിയങ്ങള്, പഞ്ചതന്മാത്രകള്, പഞ്ചപ്രാണൻ, ഇതെല്ലാം കൂടെ വന്നപ്പോ കോശപഞ്ചകം, അത് അന്നമയ കോശം, അതൊന്ന് കൺഫ്യൂഷനായി. അതൊന്ന് ക്ലിയർ ആക്കി തരാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. അതൊരു പക്ഷേ മറ്റൊരു ക്ലാസ്സിലായിരിക്കും ഭേദം തോന്നുന്നു, അല്ലേ ഉണ്ണികൃഷ്ണൻ സാർ? കാരണം അത് നമ്മൾ ഈ പഞ്ചകോശങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇന്നിപ്പോ നമ്മള് ഈ തത്വബോധം എന്ന കൃതിയെ അതിലെ എന്താണ് തത്വമസി എന്ന പ്രകരണത്തെയാണ് വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അതെ. അപ്പോ മറ്റൊരു ദിവസം സ്വാമിനി അതൊന്ന് അദ്ദേഹത്തിനൊന്ന് അതിന്റെ കോശപഞ്ചക അന്നമയ, മനോമയ, പ്രാണമയ, വിജ്ഞാനമയ, ആനന്ദമയ കോശങ്ങളെ നമ്മള് മുൻ ക്ലാസ്സുകളില് വളരെ വിശദമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്.
അത് വേണമെങ്കിൽ ഒന്ന് കേൾക്കാം. അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്. അത് നമ്മൾ ഓരോ ക്ലാസ് എടുത്ത് തന്നെ ഈ കോശപഞ്ചകം വിശദീകരിച്ചിട്ടുണ്ട്. സുനീഷ് സാർ അത് അപ്പൊ അത് ഇനി അയച്ചു പറയാൻ തരാം കേട്ടോ. തുടങ്ങിയാൽ വീണ്ടും ഒരു 20 മിനിറ്റോളം അതിന് പോകും. അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി പറഞ്ഞാല് അത് എളുപ്പത്തിന് മനസ്സിലാക്കാൻ സ്വല്പം പ്രയാസവുമായിരിക്കും. എന്നാൽ അതിന്റെ ഒരു റെക്കോർഡഡ് വീഡിയോയും ഉണ്ട്. പോരെ ജയകൃഷ്ണൻ ജി, ഉണ്ണികൃഷ്ണൻ ജി? അത് മതി, അത് കണ്ടുപിടിച്ച് അദ്ദേഹത്തെ നമ്മളെ ഏൽപ്പിക്കാം. സുനീഷ് സാർ അതുണ്ട് കേട്ടോ, റെക്കോർഡും ഉണ്ട്. ആർക്കെങ്കിലും മറ്റെന്തെങ്കിലും മാതാജി ഇന്ന് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഈ ഘടാകാശം എന്ന് പറയുന്നത് ജീവാത്മാവും മഹാകാശം എന്നത് പരമാത്മാവും എന്നുള്ളതായിരിക്കുമോ ഉദ്ദേശിക്കുന്നത്? ജീവാത്മാവ് എന്ന് പറയുമ്പോൾ ത്വം പദത്തിന്റെ ലക്ഷ്യാർത്ഥത്തെ ഘടാകാശമായിട്ട് കാണുന്നു, വാച്യാർത്ഥമല്ല. ത്വം പദത്തിന്റെ വാച്യാർത്ഥം ജീവൻ എന്നുള്ളതാണ്. ജീവൻ എന്ന് പറയുമ്പോൾ സുഖിയായും ദുഃഖിയായും സ്ഥൂല സൂക്ഷ്മ ശരീര അഭിമാനിയായിട്ടിരിക്കുന്ന ജീവനാണ് ത്വം പദത്തിന്റെ വാച്യാർത്ഥം. എന്നാൽ ത്വം പദത്തിന്റെ ലക്ഷ്യാർത്ഥം എന്ന് പറയുന്നത് ഘടാകാശസ്ഥിതമായിരിക്കുന്ന ആകാശത്തെ നമുക്ക് പറയാം. അതിന്റെ ലക്ഷ്യാർത്ഥം അതായത് ശുദ്ധ ചൈതന്യം. ആ ശുദ്ധ ചൈതന്യം അവിദ്യ ഉപാധിയോടുകൂടി ചേർന്നിട്ട് ഞാൻ സ്ഥൂലദേഹമാണ്, ഞാൻ സുഖിയാണ്, കോപിയാണ്, അഷ്ടവികാരബദ്ധനാണ് എന്ന് വിചാരിക്കുമ്പോൾ താൻ ജീവനാണ്. എന്നാൽ ആ അഷ്ടവികാരങ്ങളെ ചൈതന്യത്തിൽ നിന്ന് അവിദ്യയെ മാറ്റിക്കഴിയുമ്പോൾ താൻ ശുദ്ധ ചൈതന്യമാകും. അപ്പൊ ജീവഭാവത്തിൽ നിന്ന് അവിദ്യയെ മാറ്റിക്കഴിഞ്ഞാൽ ശുദ്ധ ആകാശമായി തീരും. ആ ആകാശം നമുക്ക് ത്വംപദത്തിന്റെ ലക്ഷ്യാർത്ഥമായിട്ട് മനസ്സിലാക്കണം. ത്വംപദത്തിന്റെ ലക്ഷ്യാർത്ഥം. അപ്പം നമ്മള് ഇപ്പൊ ത്വം ഹി ബ്രഹ്മ തത് ത്വം എന്ന് ഉഷാജിയോട് പറഞ്ഞാല് ഉഷാജി മനസ്സിലാക്കണം, ഓ ഞാൻ എന്റെ ദേഹമല്ല, ഞാൻ എന്റെ മനസ്സല്ല, എന്റെ ചിന്തകളൊന്നും ഞാനല്ല, ഞാൻ കുടത്തിൽ നിറഞ്ഞിരിക്കുന്ന ആകാശം പോലെ. മഹാകാശം തന്നെയാണ് കുടത്തിൽ നിറഞ്ഞിരിക്കുന്ന ആകാശം. അവിടെ കുടമുണ്ടെങ്കിലും അത് പരിമിതമായതുപോലെ തോന്നുകയാണ്. അതുപോലെ പൂർണ്ണമായിരിക്കുന്ന ചൈതന്യം തന്നെയാണ് ഈ ശരീരസ്ഥിതമായിരിക്കുന്നത്. എന്റെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും ആ ചൈതന്യം തന്നെ നിറഞ്ഞിരിക്കുന്നു. കണ്ണ് കാണുന്നതിന് കാരണമായിരിക്കുന്ന ചൈതന്യമാണ് കണ്ണിൽ നിറഞ്ഞിരിക്കുന്നത്. ആ കണ്ണിനെ പ്രകാശിപ്പിക്കുന്നത് അതിനും പിന്നിലുള്ള മനസ്സാണ്, അതിനും പിന്നിലുള്ള ബുദ്ധിയാണ്. ബുദ്ധിയെയും പ്രകാശിപ്പിക്കുന്നത് ഞാനാണ്. ഞാനിനെ പ്രകാശിപ്പിക്കുന്നതോ ഞാനെന്നില്ലാത്ത ബോധ ചൈതന്യം. ആ ബോധ ചൈതന്യം സർവത്ര പൂർണ്ണമാണ്. അതുകൊണ്ടാണ് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി തരാൻ വേണ്ടി ആചാര്യൻ ശാന്തി മന്ത്രത്തെ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ആകെ പറയുന്ന പൂർണ്ണം എന്നാ, വേറെ ഒന്നും അതിനകത്തില്ല. പൂർണ്ണാത് പൂർണ്ണമുദച്യതേ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്ന് ബ്രഹ്മം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ട് ബ്രഹ്മം ഉണ്ടെന്നാണോ? സർവവ്യാപിയിൽ നിന്ന് സർവവ്യാപി ഉണ്ടായി എന്ന് പറയുന്നത്. പൂർണ്ണം എന്ന് പറഞ്ഞാല് പരിപൂർണത്തെ പറയാനാമോ, പറയും പരിമിതനാകുമ്പോൾ. പരിപൂർണത്തെ പറയാൻ പറ്റില്ല, പറയാൻ പോലും പറ്റാത്ത അശബ്ദമാണ് പരിപൂർണം. അശബ്ദം ബ്രഹ്മ, മൗനമാണത്, അത് മൗനമാണ്. അപ്പൊ ഘടാകാശം എന്ന് പറയുമ്പോൾ ശുദ്ധ ചൈതന്യമായിട്ട് കാണുന്നു. അവിടെ സൂക്ഷ്മ ശരീരം ഇല്ല, ചിത്തവൃത്തികളില്ല. സമാധി സമ്പന്നം, സമാധി ദശാ സമ്പന്നം എന്നാണ് അതിനെ ത്വംപദ ലക്ഷ്യാർത്ഥത്തെയും തത്പദ ലക്ഷ്യാർത്ഥത്തെയൊക്കെ ലക്ഷ്യമാണ്. ബോധ്യായോ ഉഷാജി? ബോധ്യായി മാതാജി. ഇത് തന്നെയാണോ പരീക്ഷിത് മഹാരാജാവിന് ശ്രീശുഖ ബ്രഹ്മർഷി അവസാന സമയം പറഞ്ഞു കൊടുക്കുമ്പോ? അവസാന സമയം എന്നല്ല, ആദ്യം തൊട്ട് അവസാനം വരെ ഇത് ബോധ്യപ്പെടുത്തുന്നേ. ആദ്യം തൊട്ട് അവസാനം വരെ സത്യം പര ജന്മാദ്യസ്യേതഃ എന്ന് പറഞ്ഞ് ബ്രഹ്മസൂത്രത്തിലെ 2ാമത്തെ സൂത്രം കൊണ്ടാ പറയുന്നത്. അവിടെ ജന്മാദ്യസ്യേതഃ എന്ന് പറഞ്ഞാല് യാതൊന്നിൽ നിന്നാണോ ഈ ജന്മാദികൾ ഉണ്ടായിരിക്കുന്നത്, ജന്മാദികൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടി ഉണ്ടായിരിക്കുന്നത്, യതഃ യാതൊന്നിൽ നിന്ന്. അവിടെ യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തേ യത് പ്രയന്തി അഭിസംവിശന്തി തദ് വിജിജ്ഞാസസ്വ തദ് ബ്രഹ്മേതി സത്യം പരം ധീമഹി. ആ പരമമായ സത്യത്തെ ധ്യാനിക്കുന്ന ഭാഗവതം തുടക്കം തൊട്ട് പറയുന്നത്. തുടക്കം തൊട്ട്
അതുകൊണ്ടാ പറഞ്ഞ അഹമേവാസമേവാഗ്രേ നാന്യദ്യ സദസത്പരം പശ്ചാദഹം യഥേദച്ഛയോ വശിഷ്യേത സോസ്മ്യഹം. അഹമേവ ആസമേവ അഗ്രേ. ആദിയിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നാമരൂപങ്ങൾ ഉണ്ടായതുപോലെ തോന്നി, അപ്പോഴും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ നാമരൂപങ്ങൾ ഒഴിവായപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനും നീയോ കുഞ്ഞേ നിനക്ക് തോന്നുന്നതാ, കുഞ്ഞേ നിനക്ക് തോന്നുന്നതാ. എത്ര പ്രാവശ്യം ആചാര്യന്മാര് പറയുന്നത്. ശരിയായ വിശാലി? നമസ്തേ മാതാജി. നമസ്തേ. ഇനി ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ വരിക. ജയകൃഷ്ണൻജി. സത്യത്തിൽ ഇന്നത്തെ ക്ലാസ്സും അതിഗംഭീരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തത്വബോധത്തെ നമ്മൾ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്തു. 5 പ്രകരണങ്ങളും അതിഗംഭീരമായിട്ട്, പ്രത്യേകിച്ച് ഇന്ന് 5ാം പ്രകരണമായി തത്വമസി മാതാജി ക്ലാസ് തുടങ്ങിയത് മാനവജന്മത്തിൻ്റെ ലക്ഷ്യം എന്നാണ്. വളരെ പെട്ടെന്ന് എനിക്ക് ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളുടെ വിവേക ചൂടാമണിയിലെ ആദ്യത്തെ ശ്ലോകത്തിലോട്ടാണ് ചിന്ത പോയത്. അപ്പോൾ അതിഗംഭീരമായിട്ട് ജീവാത്മാവും ഈശ്വരനും, ജീവനും ഈശ്വരനും തമ്മിലുള്ള ആത്മാവിവേചനം എങ്ങനെയാവണം എന്ന് സത്യത്തിൽ ഇന്നത്തെ ക്ലാസ് കൊണ്ട് മുക്തിക്കുള്ള വഴി പറഞ്ഞു തന്നു എന്നുള്ളതാണ്. മുക്തിർന്നോ ശതകോടി ജന്മം. ഇനി ഇത് കേട്ട് നമ്മളിത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ മറ്റെന്ത് പുണ്യം. അപ്പോൾ ഇത് വളരെ മനോഹരമായിരുന്നു. ആത്മാനാത്മ വിവേചനത്തിലൂടെ കൂടി ചിത്തവൃത്തരഹിതനായിട്ട് ആ ശുദ്ധ ചൈതന്യത്തെ എങ്ങനെ ഏകത്വ ദർശനം നമ്മൾ അറിഞ്ഞിരിക്കുക, ആ അപരോക്ഷാനുഭൂതി നമ്മൾ അനുഭവിക്കുക എന്ന് വളരെ ഗംഭീരമായിട്ട് സ്വാമിനി നമുക്കിന്ന് പറഞ്ഞു തന്നു. അപ്പോൾ സഞ്ചിതമായ കർമ്മങ്ങളെയെല്ലാം നശിപ്പിക്കുവാൻ ഇനി മറ്റു ജന്മങ്ങളൊന്നും വേണ്ട. ഈ നരജന്മ പ്രശംസ തന്നെയായിരുന്നു വളരെ ഗംഭീരമായിട്ട്. അപ്പോൾ ഞാൻ ബ്രഹ്മമാണ്, തത്വമസി എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ എങ്ങനെ അസംഗോഹം പുനഃ എന്ന് നമുക്ക് പറഞ്ഞു തന്നു. അത് തന്നെ എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും ജപിച്ചുകൊണ്ട് നടക്കുന്നത് അത് തന്നെ ആയിരിക്കണം, അസംഗോഹം അല്ലേ. അപ്പം തസ്മാത് ജാഗ്രത അതായിരിക്കും വേണ്ടിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ബ്രഹ്മസത്യം ജഗത്മിഥ്യ എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. തത്വമസിയെ നമുക്ക് വളരെ മനോഹരമായിട്ട് സ്വാമിനി ഇന്ന് പറഞ്ഞു തന്നു. ഇന്നത്തെ ക്ലാസ് ഒരല്പം ഹെവി ആയിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, പക്ഷെ അത് പൂർണ്ണമായി മുക്തിയിലേക്കുള്ളതായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും നോട്ട് ചെയ്ത് എഴുതി വെക്കുകയാണെങ്കിൽ ഇനിയുള്ള ക്ലാസ്സുകളും നമുക്ക് ഈ പ്രയോജനപ്പെടും. സാധനാ പഞ്ചകമൊക്കെ നമ്മൾ ഇനി പഠിപ്പിക്കുമ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏതായാലും മാതാജിയുടെ ഇന്നത്തെ ഈ അനുഗ്രഹ വാക്കുകൾക്ക് അത്യധികം നന്ദി പറഞ്ഞുകൊണ്ട് ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. സ്വാമിനിക്കും ഞങ്ങളുടെ പാദ നമസ്കാരം ചെയ്തു കൊള്ളുന്നു. ജയശങ്കര. എല്ലാവരും കൃത്യം 10 മണിക്ക് തന്നെ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ പരിപാടിയിൽ പങ്കാളികളാകണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട പറയുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ജയശങ്കര. 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 ജയശങ്കര.